മ്യൂട്ടാക്കി. ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? നമ്മളെ യൂണിക് ടോക്ക് 59 ആണല്ലേ ഇന്ന്. 59ാമത്തെ ആഴ്ചയായിരുന്നു. നമ്മള് ടൈമൊക്കെ മാറ്റിയിട്ടും 25 ആളുകളുടെ കാണുന്നുണ്ട്. എന്തായാലും സന്തോഷം, നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്തല്ലോ. എന്തായാലും ഇന്നത്തെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ എന്നും സാറിന് ചോദിക്കാറുണ്ട്, ഓരോ ടോപ്പിക് ഇടുമ്പോ എന്തായിരുന്നു തീം വരുന്നേ ഇന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്കൊരു ക്യൂരിയോസിറ്റി, കുറച്ച് സാഹിത്യപരമായ ഭാഷയെ കൂടെ ഒക്കെ സാറിന്റെ ടോപ്പിക് ഇട്ടതാണെന്ന്. എന്തായാലും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. എന്റെ അടുത്ത് ചെറിയ രീതിക്ക് പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്ത് ഒന്നിച്ചിരുന്ന് കേൾക്കാം എങ്ങനെയൊക്കെയാ വരണേന്നില്ല. പുതുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്നും ഇവിടെ പറയാറുള്ള സെഷനിൽ ഈ യുണീക് ടോക്കിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മൂന്ന് കാര്യങ്ങൾ മൈൻഡിൽ വെക്കാം. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. കുട്ടികൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ആവല്ലോ, എന്ത് പുതിയ കാര്യം കേട്ട് കഴിഞ്ഞാലും അതെങ്ങനെയാവും ഉണ്ടാവുക. അല്ലാണ്ട് ഒരു ജഡ്ജ്മെന്റ് സ്റ്റേറ്റിൽ അല്ലാണ്ട് നിൽക്കുക, ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക. എപ്പോഴും നമ്മളെ ലൈഫിൽ എവിടെ പോകുന്ന സമയത്തും, ഇവിടെ ക്ലാസ് വെക്കുന്നതെന്നല്ല, എല്ലായിടത്തും പോകുമ്പോഴും നിറഞ്ഞ കപ്പാവാതിരിക്കുക. ഇപ്പോഴും നമ്മളൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ അറിവ് സ്വീകരിക്കാനുണ്ട്, ചുറ്റിലും നമ്മളെ താഴെയുള്ള ആളുകൾ മുകളിലുള്ള ആളുകളുടെ നിന്നായാലും അങ്ങനെ ഒരു മൈൻഡിൽ എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്ത് എല്ലാത്തിനും നമ്മൾ പഠിക്കുന്ന, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കാനെല്ലാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി തന്നെ സിറ്റാക്ക് ആരെയും വീഡിയോ മോഡിൽ കാണുന്നില്ല. ഷംന മാം ഉണ്ട്, താങ്ക് യു. ഫസ്ലു സേർ ഉണ്ട്, താങ്ക് യു. വേറെ പറ്റുന്നവരൊക്കെ വരും കേട്ടോ. ഹഫ്സത്തെ ന്യൂ കമർ ആണ് കേട്ടോ. ഓക്കെ, വെൽക്കം ടു കമ്മ്യൂണിറ്റി. അതൊക്കെ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. നമ്മളെ മുജീബ് സർ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഫെസ്റ്റ് 5-ന് ഉണ്ടായിരുന്നു. പറ്റുന്നവർ യാത്രയിലോ തിരക്കിലൊന്നും അല്ല എങ്കിൽ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മളെ ഫസില സാറൊക്കെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിലും ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ ക്ഷീണം ഒന്നും പ്രശ്നമില്ല. ടിക്ടോക്കിൽ ലൈവായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. ഡെഡിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഷാനാസ് മാം വന്നിട്ടുണ്ട്, താങ്ക് യു മാം. പറ്റുന്നവരൊക്കെ വരും കേട്ടോ. നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും 8:30 ആയിട്ടുണ്ടല്ലോ. എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മൾ ലേറ്റ് ആയിട്ടും ഇത്ര ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ചെറിയ സ്പീക്കർ ഒന്ന് പിൻ ചെയ്ത് വെച്ചോളി, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചാവും വരിക. നിങ്ങളൊന്ന് പിൻ ചെയ്തോളൂ. ഞാൻ ചെയ്യണോ? അല്ലെങ്കിൽ സ്ക്രീൻ ഒന്നിച്ചാണ് റെക്കോർഡ് ആവുക, പിന്നെ അതൊരു ഇതുണ്ടാവില്ല. അല്ല, അത് കുഴപ്പമില്ല, എനിക്ക് എല്ലാരെയും കാണുന്നില്ല. കുഴപ്പമില്ല, ഇങ്ങനെ ഓക്കെ ഓക്കെ ഇവിടെ 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 വീഡിയോ മോഡിലൊക്കെ വന്നോരെ വെച്ചെങ്കിലും ഒന്ന് കാണാലോ. കുറച്ച് ആൾക്കാരെ വന്നി. ഓക്കെ 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 താങ്ക് യു. നമുക്ക് പതിയെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പൊ എല്ലാവരും ഒന്നും കൂടെ വെൽക്കം ചെയ്യാണ്. കൂടെ അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. വെൽക്കം ചെയ്യും. വെൽക്കം സർ. താങ്ക് യു സോ മച്ച് ലിസ്ന. എല്ലാവരോടും അസ്സലാം വലൈക്കും, അതേപോലെ ഗുഡ് ഈവനിങ്. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഒന്ന് പുറത്തു കൊണ്ടി വന്നത്, അതുകൊണ്ടാട്ടോ, സോറി. എല്ലാ പ്രാവശ്യവും നമ്മൾ തുടങ്ങും പോലെ തന്നെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ഓരോരുത്തരുടെയും പല തിരക്കില്, പല ജീവിതത്തിൽ പല രീതിയിലുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു ചെറിയൊരു സെഷൻ, അവന്റെ സെഷൻ കേൾക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മൾ സാധാരണ എല്ലാ സെഷനിലും ചോദിക്കും പോലെ, അല്ല, ചോദിക്കുന്നതിന് മുന്നേ റഫീന മാമിനെ വീഡിയോ മോഡിൽ കാണുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ വീഡിയോ. പറ്റുന്നവരൊക്കെ ബാക്കിയുള്ളവരും ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊന്ന് വീഡിയോയിൽ വരും കേട്ടോ. ഫസ്ലുഖാനെ കാണുന്നുണ്ട്, ഷംന മാം ഉണ്ട്, കൃഷ്ണ ഉണ്ട്, ഷെനാസ് മാം ഉണ്ട്. പറ്റുന്നവരൊക്കെ കുറെ അറിയുന്ന പേരുകൾ ഇവിടെ കാണുന്നുണ്ട്. മുജിബ്ക, ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിക. പിന്നെ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്ന് ഒന്ന് താഴെ, നമ്മൾ എല്ലാ സെഷനിലും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അത് ഓരോരുത്തർ ഈ വേറെ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റ് നിന്നൊക്കെ ആളുകൾ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസീല മാം, താങ്ക് യു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ജസീല മാം ആണ്. യൂണികെക്സിന് ജോയിൻ ചെയ്യാൻ വന്നേ അല്ലല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും താഴത്തൊന്ന് കമന്റ് ചെയ്യോ ഓരോരുത്തരും, ഏത് ഡിസ്ട്രിക്റ്റ്. ഇല്യാസ്ക ഒക്കെ ഉണ്ടല്ലോ. ഇല്യാസ്കനെ ഒരിടെ കാണില്ലല്ലോ. ഇല്യാസ്ക ഞാൻ ഒരുമിച്ചൊരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അവളൊരു ട്രെയിനറാണ്. ഇല്യാസ്ക, ഹഫ്സത്ത് മാം റഫീന മാം എറണാകുളം, ഷനാസ് മാം കോഴിക്കോട്, ഐഫോൺ മലപ്പുറം. മലപ്പുറത്തുനിന്നുള്ള ഐഫോണാണ്, മനസ്സിലായി. ഫാത്തിമ മലപ്പുറം, തഹസീൻ കാലിക്കറ്റ്, ഫാത്തിമത്ത് സുഹറ കാസർഗോഡ്, സമാസ്ക കോഴിക്കോട്, നസീറ മലപ്പുറം,
മുബീന താമരശ്ശേരി, അഫ്സത്ത് കാലിക്കറ്റ്, ജസ്ന ട്രിവാൻഡ്രം, ബിൻസിന മലപ്പുറം, ഇർഫാന കാലിക്കറ്റ്, ഹാല ബാംഗ്ലൂർ, ഷംന ട്രിവാൻഡ്രം, ഫസലുക്ക കോഴിക്കോട്, ഇല്യാസ്ക ഡ്രൈവിംഗ് കൊട്ടുകര, ഐഷ മാം ഖത്തർ, ഷാക്കിർ സിൻടെക്സ് ട്രിവാൻഡ്രം, മുബീന പൂനൂർ, നമ്മളെ വൈഫിന്റെ നാട്ടിലാണല്ലോ, റസീന മാം മലപ്പുറം, ജസീല മലപ്പുറം, ഫാത്തിമത്ത് സുഹറ പയ്യോളി കാലിക്കറ്റ്, മുജീബ് കെ എറണാകുളം, സബീബ മാംഗ്ലൂർ, ഹസീന ട്രിവാൻഡ്രം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും സാധാരണ ഇതിന് റിപ്ലൈ തരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ റിപ്ലൈ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് സന്തോഷം. രേഷ മാം ഉണ്ട്, രേഷ കൊച്ചുണ്ണി മാം എറണാകുളം, സിനിമ ട്രിവാൻഡ്രം. ഓക്കെ, ഇനി പറ്റുന്നവരൊക്കെ ഒന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, വിത്ത് ദിസ് ഇസ് എ ഹംബിൾ റിക്വസ്റ്റ്, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിക. ജസ്ന മാം വന്നിട്ടുണ്ട്, താങ്ക് യു. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെ അതൊരു നമ്മളുടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ പല സ്റ്റോറികളായിട്ട് നമ്മൾ കേട്ടു പോയിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു പുസ്തകം വായിക്കാനിടയായി. അപ്പൊ ആ സമയത്ത് ഇതിലൊരുപാട് കാര്യങ്ങള്, സോറി ഞാൻ കാലിക്കറ്റ് താമരശ്ശേരിയാണ് കേട്ടോ, നിങ്ങൾ അറിയൂല വിചാരിച്ചു. ഓക്കെ, കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ ഇവിടെ താഴെ ഓരോരുത്തരോട് കമന്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു മാം, ഏത് ഡിസ്ട്രിക്റ്റ് എന്നാണെന്ന്. ഓക്കെ, താങ്ക് യു മാം. നിങ്ങൾ ഓക്കെ, താമരശ്ശേരി ആണെന്നല്ലേ. ഞാൻ ഇവിടെ മടവൂരാണ് കേട്ടോ. നമ്മുടെ അടുത്തടുത്ത അയൽവാസികളാണ്, ഓൺലി 10 കിലോമീറ്റേഴ്സ് ഡിഫറൻസ്. അപ്പോ ഞാൻ പറയാൻ വന്നത്, അപ്പൊ ഒരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ആ പുസ്തകത്തിന്റെ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ വരെ എന്നാണ് പുസ്തകത്തിന്റെ പേര്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇയാൾ എന്ത് ഉസ്താദ് എങ്ങാനാണോ ഈ പ്രവാചകന്മാരെ കഥയൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കിത് വായിച്ച സമയത്ത് നമ്മളുടെ ലൈഫിലേക്ക് ഇതിപ്പം പ്രവാചകൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് തന്നെ പലരും ജീവിതത്തിൽ പല രീതിയിലുള്ള, പിന്നെ വേറൊരു വിഷയമുണ്ട്. നമ്മളുടെ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനേക്ക് ചില ആൾക്കാരൊക്കെ ഇതിൽ കേറിയിട്ടുണ്ടോ മിസ്ന? ഇന്ന് നമ്മുടെ എൻക്വയറി നടത്തിയ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇന്ന് എൻ്റെ ഡിഫറെന്റ് കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കേണ്ട ഇനി ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഈ കാര്യങ്ങളൊക്കെ ആണോ ഡിസ്കസ് ചെയ്യാൻ? അല്ല കേട്ടോ, എൻ്റർലി ഡിഫറെന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താണ്. അപ്പോ ഈ ചരിത്രം വായിച്ച സമയത്ത് എനിക്ക് ജസ്റ്റ് അതൊന്ന്, ചില കാര്യങ്ങള് നമ്മൾ നോർമലി കേൾക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. ആരെങ്കിലും ഈ കഥയും കൂടെ ഒന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ അറിഞ്ഞോട്ടെ, അതിൽ നിന്നുള്ള ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളല്ല, അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നത് തീക്കുണ്ടത്തെ പൂന്തോപ്പാക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ പരീക്ഷണങ്ങളെ നേരിടാം എന്നുള്ള രീതിയിൽ. അത് ഞാൻ ശരിക്കും ആ ബുക്ക് വായിച്ച സമയത്തുള്ള ഒരു വരി ഇങ്ങനെ കോപ്പി എടുത്താട്ടോ. മീൻസ് തീക്കുണ്ടത്തെ പൂന്തോപ്പാക്കി മാറ്റാമെന്ന് അതില് ഒരു ഇൻസ്റ്റൻസിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ടോപ്പിക്കിലേക്ക് കൊടുത്താണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ വെച്ചാല്, എല്ലാരും ആർക്കെങ്കിലും ഈ സംസം കിണറ് സംസം വെള്ളം വന്നതിന്റെ സ്റ്റോറി അറിയാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ എല്ലാവരും മുസ്ലിംസ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാത്തവരുണ്ടെങ്കിലും ഈ സ്റ്റോറി ഒന്ന് കേട്ടോളൂ കേട്ടോ. വേറെ ആർക്കും ഉപദ്രവം വരുത്തുന്ന ഒരു സംഭവങ്ങളും ഇതിലില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാരും മൈൻഡിലേക്ക് ഒന്ന് വെക്കേണ്ടത്, നമ്മള് ജീവിതത്തിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ബാക്കിൽ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒക്കെ ബാക്കിൽ വേറെ പല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാകുന്നൊക്കെ നമ്മൾ
എല്ലാ വേദഗ്രന്ഥങ്ങളിലും പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് ഈ കഥയിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് പോവാന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഈ ഭാര്യയും അതേപോലെ ചെറിയ കുഞ്ഞുമായിട്ട് ഒരു ആൾതാമസവും ഇല്ലാത്ത ഒരു സ്ഥലത്തെത്തിപ്പെടുകയാണ്. മീൻസ് ഇപ്പോഴത്തെ മക്കാണ്. ഇപ്പോഴത്തെ മക്കയിൽ എത്തിപ്പെടുന്ന സമയത്ത് പെട്ടെന്നൊരു എന്താണ് അഭ്യൂഹം പോലെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ കുന്നിന്റെ മുകളിലേക്കൊന്ന് കയറി നോക്കണം എന്നുള്ള രീതിയിലൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വഹി പോലെ ഒരു സംഭവം വരുന്ന സമയത്ത് ഇത് ഞാൻ പറയുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരണം കേട്ടോ. ഞാനിതിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പറയില്ല, പക്ഷെ ആ കഥയിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സബീബ മാം, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ വീഡിയോ. റസീന മാം, മുജീബ്ക തന്നെ ഉണ്ടല്ലേ, കെ എ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്നും കൂടെ വീഡിയോ മോഡിൽ വരിട്ടോ. ഞാൻ ഇങ്ങനെ സ്റ്റോറി തുടങ്ങും, പിന്നെയും വീഡിയോ മോഡ് ഇങ്ങനെ പോവാന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പത്നിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടാളെയും ഇവിടെ ആക്കിയിട്ട് ഞാൻ എൻ്റെ വിളിക്കുത്തരം വിളി കേട്ട സ്ഥലത്തേക്ക് ഞാൻ യാത്ര തിരിക്കുകയാണ്. അപ്പോ ഒരിക്കലും ആ സമയത്ത് വിഷമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ ആർക്കായാലും ചെറിയ പിഞ്ചു കുഞ്ഞാണ്. അപ്പം സ്വന്തം ചെറിയ പിഞ്ചു കുഞ്ഞിനെയും ഭാര്യനെയും വെള്ളം പോലും കിട്ടാത്ത ഒരു മരുഭൂമിയിൽ നിർത്തിപ്പോവാന്ന് പറയുമ്പോൾ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ആ സമയത്ത് പത്നി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ കാര്യം ഇനി ആരാണ് നോക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടെ അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു പറയുന്നുണ്ട്, എന്നെ ആരാണോ വിളിച്ചത് അവര് തന്നെ നിങ്ങളുടെ കാര്യവും നോക്കിക്കോളും എന്നുള്ള സംഭവം പറഞ്ഞ സമയത്ത് എന്നിട്ട് അവിടെ കിടത്തി പോവാണ്. അപ്പൊ കിടത്തി പോകുന്ന സമയത്ത് അവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. പക്ഷെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുണ്ട്, എന്നെ ആ പറഞ്ഞയക്കുന്ന പടച്ചവൻ എൻ്റെ ഭാര്യനെയും മക്കളെയും നോക്കിക്കോളും എന്നുള്ള 100% വിശ്വാസത്തോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ വെള്ളം കിട്ടാതെ ഓരോ ഭാഗത്തേക്ക് അലഞ്ഞ് അവസാനം കുട്ടി ചെറിയ മക്കള് കാലടിക്കുന്ന ആ ഭാഗത്ത് ചെറിയൊരു ഉറവ വരികയും അവിടെ പിന്നീട് സംസം കിണറായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാര്യം ഇങ്ങനെ വായിച്ച സമയത്ത് ഞാൻ ആലോചിച്ചെന്താ അറിയോ, നമ്മളിൽ പലരും ഇപ്പൊ പലരും ഇവിടെ പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ. പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളിപ്പോ അഥവാ നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ ഇപ്പം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ എന്റെ കേസ് ആയിക്കോട്ടെ, ഞാനിപ്പോ വേറെ ആരെയും എടുത്ത് പറയുന്നില്ല, എന്റെ കേസ് തന്നെ എടുക്കുക. ഇപ്പൊ എനിക്കിപ്പോ ഒരു ചെറിയ ബേബി ഉണ്ട് വിചാരിക്കാം. അപ്പം ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ നാളെ ഇറങ്ങിയിട്ട് മറ്റേ എവറസ്റ്റ് കീഴടക്കാൻ പോവാ, അങ്ങനെ നല്ല ടൈം പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പൊ ഞാനിപ്പോ അഥവാ ഇപ്പൊ നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അപ്പം വൈഫിനോട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു പിടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടതായിട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാനൊരു ദൂരെ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് തിരിച്ചെത്താന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് ഇത് ഓരോരുത്തരും ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കട്ടോ. നമുക്ക് പലർക്കും തോന്നുന്നത് നമ്മളാണ് നമ്മളുടെ മക്കളെയും കുടുംബത്തെയും ശുശ്രൂഷിക്കുന്ന എന്നൊരു ചിന്ത പല ആളുകളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ചിലപ്പോൾ നമ്മളങ്ങ് മരിച്ചു പോയാൽ പോലും കുടുംബം ചിലപ്പം എന്തെങ്കിലുമൊക്കെ രീതിയിലായിട്ട്, ചിലപ്പോൾ മക്കൾ വലുതായിട്ടോ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും വർക്കിന് പോയിട്ടോ കുടുംബങ്ങൾ നോക്കിയിട്ടോ ഒക്കെ ഭക്ഷണം ഓരോരുത്തർക്കുള്ളതും റിസ്ക് ഓരോരുത്തർക്കുള്ളതും എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ കഴിക്കാൻ പോണ ഭക്ഷണത്തിന്റെ കാര്യവും അതേപോലെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യനെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർ ചിലവരൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുന്നുണ്ട്, ഇതിനാണല്ലോ എനിക്ക് എഴുതി വെച്ചത്. ചില ആൾക്കാർ ഇങ്ങനെ
സൈഡിലേക്ക് നോക്കണോ കാണുന്നത്. ഇതിൽ തമാശ പറഞ്ഞോ. അപ്പോ അതൊക്കെ ഓൾറെഡി എഴുതി വെച്ചതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ രീതി എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ചിലപ്പം നമ്മളുടെ കുടുംബമോ നമ്മളെ മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചേക്കാം. നമ്മൾക്ക് അറിയില്ല, നമ്മളല്ല ഇതൊന്നും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു കേട്ടോ. നമ്മളുടെ റിസ്കോ നമ്മളുടെ ജീവിതമോ ഒന്നോ നമ്മൾക്ക് 100% നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാന്നല്ലാതെ എല്ലാ കാര്യവും നമ്മൾ ഉണ്ടെങ്കിലേ നടക്കൂ എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ കഥ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഈ ഇതിന് ശേഷം പറയുന്ന കഥ ആർക്കൊക്കെ അറിയാൻ നോക്കിട്ടോ. ഈ സംസം കിണർ അവിടെ വന്നതിന് ശേഷം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വരുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന ഒരു പരീക്ഷണമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് മകനെ അറുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതും എല്ലാരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. അറക്കണം പറയുന്ന സമയത്തും അതും ഞാൻ ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ട് അറക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെയാണല്ലോ നമ്മളെ പെരുന്നാളും സംഭവങ്ങളൊക്കെ വന്നത്. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കുന്നതിന് പകരം മാടുകളെ അറക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ വരുന്നതാണല്ലോ. അപ്പൊ ആ കേസിലും ഇതേപോലെ വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാരണം അതിന്റെ ബാക്കിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങി തിരിച്ചു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സമയത്ത് എന്താണ് കൗബ പണിയാൻ വേണ്ടി പറയുന്ന സമയത്തും അങ്ങനെ അധികം ആളുകളൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അന്ന് മകനെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ്, അന്ന് കുറച്ച് സ്വാഭികളെ കാര്യങ്ങളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് അന്ന് കൗബന്റെ ഒരു സ്ട്രക്ചർ പോലെ അന്ന് പണിഞ്ഞത്. ഇതേപോലെ തന്നെ വേറൊരു സംഭവം നടക്കുന്നത് ഒരു എല്ലാരും അറിയുന്ന കഥ തന്നെ ആയിരിക്കും. എന്നാലും തീക്കുണ്ടാരത്തിൽ എറിയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ നോക്കുന്ന സമയത്തും അവിടുത്തെ വിഗ്രഹങ്ങളും കാര്യങ്ങളും അന്നത്തെ ചില ആചാരങ്ങളും കാര്യങ്ങളോടൊക്കെ ഒരു എതിർപ്പ് കാണിക്കുകയും ഇതൊക്കെ തച്ചുടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ നോക്കുന്ന സമയത്തും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം മലക്ക് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ രക്ഷിക്കണോന്ന് ചോദിക്കുന്ന സമയത്തും പറയുന്നത് എന്താണ്, വേണ്ട, എന്റെ കാര്യം പഠിച്ചോ നോക്കിക്കോളും എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, യെസ്, എന്റെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു മതി എന്നുള്ള ഒരു സംഭവം പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിന്റെ, നമ്മൾ പറയില്ലേ, നമ്മൾക്കൊന്നും സത്യം പറഞ്ഞാല് പടച്ചോന്റെ ലിമിറ്റിനെ പറ്റി, ഇതേ പടച്ചോൻ എങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് ആ തീയിനോട് പറയാണ് തണുപ്പിക്കാൻ പറഞ്ഞ സമയത്ത് ആ തീ പോലും തണുത്ത് കൊടുത്തിട്ട് ആ തണുപ്പ് കൊണ്ട് ഒരു സമയത്ത് പറയുന്നുണ്ട്, തീയിനോട് പറയുന്നത് കുറച്ച് തണുപ്പൊന്ന് കുറച്ചാളെന്ന് പറയുന്ന രീതിയിലുള്ള അത്രയും സുഖസുന്ദരമായിട്ട് തീയില് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം ഉണ്ടല്ലോ, അത് എത്രത്തോളായിരിക്കും ഓരോരുത്തരൊന്ന് മനസ്സിലൊന്ന് കണക്കൂട്ടി വെക്കും. നമ്മളിപ്പോ ചെറിയ എന്തെങ്കിലും ഒരു അതേ പടച്ചോൻ തന്നെയല്ലേ ഇപ്പോഴും നമ്മളെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സമയത്ത് പോലും എന്ത് കിട്ടുന്നില്ല, ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് മാനസികമായിട്ട് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, മാനസികമായിട്ടോ കുടുംബപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അസുഖങ്ങൾ മാറ്റിത്തരണേ എന്ന് പറയുന്ന സമയത്തും ഇത് നിമിഷ നേരങ്ങൾ കൊണ്ട് മാറ്റിത്തരാൻ കഴിവുള്ള ഒരു പടച്ചോനോടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിൽ വീണിട്ടും തണുപ്പിച്ച് പുറത്തെടുത്തിട്ടുള്ള അള്ളാഹ്ക്ക് എന്റെ ഈ അസുഖം മാറ്റിത്തരാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ള
നിമിഷ നേരം മാത്രം മതി എന്നുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പല പല മനുഷ്യന്മാർക്കും ഉണ്ട്. ആ വിശ്വാസത്തിന്റെ കുറവ് നമുക്ക് നമ്മളുടെ എല്ലാ മേഖലകളിലും ബാധിക്കുന്നില്ലേ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതേപോലെ തന്നെ ഈ കൗബയൊക്കെ പണിതതിന് ശേഷം ഒരു സമയത്ത് അല്ല, കൗബയൊക്കെ പണിതതിന് മുന്നേ ഒരു കഥ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ, അല്ല അതിന് ശേഷം ഒരു സമയത്ത്, ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സംസം കിണർ കണ്ടെത്തിയതിന് ശേഷം, അതിന് ശേഷം ഒരു സമയത്ത് സംസം കിണർ മൂടുന്നുണ്ട്. ആ സ്റ്റോറി ആർക്കെങ്കിലും അറിയോ? മൂടിയതിന് ശേഷം ആരാണത് വന്ന് തുറക്കുന്നത്? ഒരിക്കൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സ്റ്റോറി? ഒരിക്കല് ഈ സംസം കിണർ വന്നതിന് ശേഷം അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ബനു ജുർഹും ഗോത്രവും ബനു ബുസാ ഗോത്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത്, ആർക്കാണ് ഇതിന്റെ അതോറിറ്റി എന്നുള്ള രീതിയിലുള്ള പല പ്രശ്നങ്ങൾ വന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീമും കൂടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ സംസം കിണർ മൂടപ്പെടുന്നുണ്ട്. ഈ മൂടപ്പെടുന്ന കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ കാര്യം ആദ്യമായിട്ടായിരുന്നു ആ ബുക്ക് വായിച്ച സമയത്ത് കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇത് കേട്ടത്? ആർക്കെങ്കിലും അറിയോ ഇത് പിന്നീട് ആരാണ് ഈ അബ്ദുൽ മുത്തലിബ്? യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഏതായാലും എനിക്ക് പുതിയ അറിവായിരുന്നു. അപ്പൊ കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ വേറൊന്നുമില്ല. എന്താ സംഭവം എന്നറിയോ? ഇത് മൂടിയതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമാണി ആ നാട്ടില് ജനിക്കുന്നത്. ഒരു വലിയ ഖുറൈശി ഗോത്രത്തിന്റെ ഖുറൈശി ഗോത്രത്തിന്റെ വലിയൊരു എന്താ പ്രമാണി എന്നൊക്കെ പറയില്ല ആ നാട്ടിലെ. നല്ലൊരു മനുഷ്യനായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഈ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്നല്ലാതെ. അന്നും ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ്. അപ്പം ഈ അബ്ദുൽ മുത്തലിബിൻ അവരുടെ മനസ്സിലേക്ക് ഒരിക്കലും ഒരു സ്വപ്നം കടന്നു വരികയാണ്. നല്ല മനുഷ്യനാണ്, ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഡീലിയും കാര്യങ്ങളൊക്കെ ഓക്കെ. ആ സമയത്താണ് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ്, ഇങ്ങനെ ഒരു കിണറുണ്ട് ഇവിടുത്തെ എല്ലാം. ഒരു നാട്ടിലെ വെള്ളത്തിന്റെ കുറവ് നശിച്ചു കഴിഞ്ഞാൽ ആ നാട് തന്നെ നശിച്ചു പോലും. അപ്പം അറിയാലോ പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടും. ഇപ്പം കുറച്ചു മുന്നേ തന്നെ നമ്മള് ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ, ഒരു തുള്ളി വെള്ളം പോലും, ഒരു കുപ്പി വെള്ളം പോലും കിട്ടാതെ പലസ്തീനിലൊക്കെ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ കേട്ടിരുന്നല്ലോ, ഒരു കേരളത്തിലൊരു പെൺകുട്ടി, എന്താണ് അവരുടെ പേര് എന്തായിരുന്നു? കേരളത്തിലൊരു പെൺകുട്ടി രേഷ്മ. രേഷ്മ. അവരൊക്കെ വെള്ളെത്തിക്കാനൊക്കെ സഹായിച്ച കാര്യമൊക്കെ. അപ്പൊ ഒരു സമൂഹം ഫുള്ള് നശിച്ചു പോകാൻ അവിടുത്തെ വെള്ളത്തിന്റെ ക്ഷാമം മാത്രം മതി. ഒറ്റൊരു കാര്യം മതി. ഭക്ഷണത്തിനെ പോലെ തന്നെ വെള്ളമാണല്ലോ അതിലും ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ ആ വെള്ളം കിട്ടാതിരുന്ന സമയത്ത് ഈ മനുഷ്യന്റെ മനസ്സിലേക്ക്, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ആളുടെ മനുഷ്യന്റെ മനസ്സിലേക്ക് പഠിച്ചോനൊരു ഒരു തോട്ടിട്ട് കൊടുക്കുകയാണ്. സ്വപ്നത്തിൽ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ വരികയാണ്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു കിണറുണ്ടായിരുന്നു ഇവിടെ എന്നുള്ള രീതിയിൽ മനസ്സിൽ കറക്റ്റ് ആ സ്പോട്ട് പോലും മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു മനസ്സിലേക്ക് ചിന്തയായിട്ട് കൊടുത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പല മനുഷ്യന്മാരോടും സംസാരിച്ചു നോക്കി, പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. ആരോട് പറഞ്ഞിട്ട് അവിടെ എന്താ സംഭവിച്ചാല് അതേ സ്ഥലത്തായിരുന്നു ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നത്. ആ റംസം വെള്ളത്തിന്റെ റംസം കിണറിന്റെ മുകളിലായിരുന്നു മുന്നിൽ വന്ന ഗോത്രങ്ങളും സമുദായമൊക്കെ അതിലായിരുന്നു, അവിടെ മുകളിലായിരുന്നു വെച്ചത്. അപ്പൊ അത് മാറ്റാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാരണം പലരും പറഞ്ഞു ഒരു സ്വപ്നത്തിന്റെ പുറകെ പോവാണോ എന്നുള്ള രീതിയിൽ. പക്ഷെ 100% വിശ്വാസത്തോട് കൂടിയിട്ട് അത് ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ള, ആര് തന്നെ എതിർത്താലും അതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ചെയ്തുകൊണ്ട് ആള് മുന്നോട്ട് വരുന്ന സമയത്ത് അവരുടെ മകൻ മാത്രമാണ് അന്ന് ആ
കിണർ കുഴിക്കാൻ വേണ്ടി സഹായത്തിനായിട്ടുണ്ടായിരുന്നത്. വേറൊരു മനുഷ്യന്മാരും ഇല്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് അവരും മകനും മാത്രം ആണ് ആ കിണർ കുഴിച്ചിട്ടുള്ളത്. അപ്പോ കിണർ കുഴിച്ച അവസാനം അതിലിങ്ങനെ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് വെള്ളം കണ്ട് തുടങ്ങുന്ന രീതിയിലേക്ക് എത്തുമ്പോഴേക്ക് ബാക്കിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ സപ്പോർട്ടും നല്ലത് പറഞ്ഞിട്ടും ഒക്കെ ഇങ്ങനെ വരാനൊക്കെ തുടങ്ങി. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്കും ഇതേപോലെ പല ചിന്തകളും പല ഐഡിയകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ നമ്മളുടെ നോർമലി ഉള്ള ലൈഫിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പറയാട്ടോ. പിന്നെ പല മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കും ഇതേപോലുള്ള പല ഐഡിയകളോ പല ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടാവേ. പക്ഷെ ആ ചിന്തകൾ വരുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും ആയിരിക്കാം. അത് വരുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, പുതിയൊരു ഐഡിയ കൊണ്ടുവന്നാൽ പൊതുവെ എല്ലാവരും എന്ത് ഐഡിയടാ സംഭവം, നമ്മൾക്ക് മാത്രമേ അതിന്റെ ഇന്റൻസിറ്റി. ഇപ്പം എൻ്റെ കേസ് ആണെങ്കിൽ ഞാനിപ്പോ ഒരു യുണീക്നെസ് പ്രോഗ്രാംസ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ട സമയത്ത് എന്ത് യുണീക്നെസ്, എന്ത് പരിപാടി, ആ രീതിയിൽ പല മനുഷ്യന്മാർ എന്നെ തളർത്തിയവര് പിന്നീട് ഒരു സമയത്ത് എൻ്റെ മകനെയും പ്രോഗ്രാമിന് പറഞ്ഞേക്കട്ടെ എന്ന് പുറത്തുനിന്ന് മീൻസ് നാട്ടിലില്ലായിരുന്നു ആള്, ആ പ്രോഗ്രാമിന് പറഞ്ഞേക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചോദിച്ചു ഓർമ്മ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറയാ, എൻ്റെ ആ കേസ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ആ നല്ലൊരു നീയത്തോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മളുടെ മനസ്സിലേക്ക് മാത്രമായിരിക്കും പഠിച്ചോന് അങ്ങനെയുള്ള ചിന്തകൾ ഇട്ട് തന്നിട്ടുണ്ടാവുക. ചില കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തർക്കും പല രീതിയിലുള്ള ചിന്തകളായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ ആ സംസം കിണർ എന്തായാലും കുഴിച്ചേ തീരൂ എന്നുള്ള രീതിയിൽ അവര് ആക്ഷൻ എടുത്ത് മുന്നോട്ട് നീങ്ങിയ സമയത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ആ സ്ഥലം കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനും അവിടെ സംസം കിണർ പിന്നീട് പുറത്ത് കൊണ്ടുവരാനും പറ്റി. ആ സമുദായത്തിന് മൊത്താകെ അതൊരു വലിയ ഹെൽപ്പായിട്ട് മാറി. അപ്പൊ അതില് ഈ കേസ് വായിച്ച സമയത്ത് ഇതിലൊരു സെന്റൻസ് ഉണ്ട്, ഈ ബുക്കിലുള്ള ഒരു സെന്റൻസ് ഉണ്ട്, അത് ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ പറയുന്ന ഒരു സംഭവം കണക്റ്റ് ആവും. മറ്റൊന്നുമല്ല, എതിർപ്പുകളും പരിഹാസങ്ങളും ക്ഷമയോടെ കൈകാര്യം ചെയ്ത് തൻ്റെ സ്വപ്നത്തിൽ ഉറച്ചു നിന്നതിൽ അഭിമാനം തോന്നിയ നിമിഷം. ഇത് അബ്ദുൽ മുത്തലിബ് അവരുടെ ഇത് പറയാട്ടോ. അപ്പോഴും ഖുറൈശികൾ പലരും ആകാംക്ഷയുടെ കിണറിനരികിൽ വന്നു നോക്കി. അങ്ങനെയാണ് മനുഷ്യർ, പണ്ടേ അങ്ങനെയാണ്. പരിഹാസവും എതിർപ്പുമുള്ളവർക്ക് എന്തായി എന്നറിയാൻ ആകാംക്ഷ കൂടും. അതേ രീതിയിൽ പലരും വന്നു നോക്കി. ചിലർ അസൂയയോടെ കണ്ണിറുമ്പി, ചിലരുടെ എതിർപ്പിന്റെ കാഠിന്യം കുറഞ്ഞു, ചിലരാകട്ടെ ഞങ്ങളും സഹായിക്കാമെന്ന രീതിയിലായി. അബ്ദുൽ മുത്തലിബ് ആർക്കും തന്നെ വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇത് ഞാൻ തന്നെ കുഴിച്ചോളാം. എന്താ സംഭവം എന്ന് പറയാല്, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? വിജയത്തിന് നിരവധി അച്ഛന്മാരുണ്ടാവും, പരാജയത്തിന് ആരും ഉണ്ടാകില്ല എന്നത് മനുഷ്യ ജന്മം മുതൽക്കുള്ള കാര്യമാണ്. ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം എന്താ പറയുക, നിങ്ങൾ എല്ലാവരും ഒന്ന് ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ലൈഫില് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളുടെ ഉപ്പയും ഉമ്മയും ഭാര്യ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ആളുകൾ മാത്രമേ ചില സാഹചര്യങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് ഇപ്പം എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്കിപ്പോ എല്ലാവർക്കും ഇപ്പോ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല, നമ്മുടെ ഫോളോവേഴ്സും ഒക്കെ ആയിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലും അല്ലെ വാട്സപ്പിലും ഒരുപാട് ആൾക്കാർ നമ്മളെ സ്റ്റോറി കാണുന്നുണ്ടാവും. ഫ്രണ്ട്സ് കോണ്ടാക്ട് ഒക്കെ ചിലപ്പോൾ എൻ്റെ ഇതിലൊക്കെ ഏകദേശം 10,000-ഓളം കോണ്ടാക്ട് ഉണ്ട് എൻ്റെ ഫോണിൽ. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം നമ്മൾക്ക് സഹായം കിട്ടിയേ തീരൂ എന്നുള്ളൊരു നിമിഷത്തില് നിങ്ങളെ സഹായിക്കാൻ എത്ര ആൾക്കാരുണ്ടാവും? മനസ്സറിഞ്ഞ് സഹായിക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാതെ സഹായിക്കാൻ ഉപ്പയും ഉമ്മയും അല്ലാതെ, അല്ലെ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും അല്ലാതെ എത്ര ആൾക്കാരുണ്ടാവും? ഏകദേശം ഒന്ന് ചിന്തിച്ചു നോക്കി. ആർക്കെങ്കിലും മനസ്സിൽ വന്ന ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് എണ്ണാൻ, എന്തായാലും എൻ്റെ കൂടെ 100%
എന്ത് വലിയ അസുഖമായിക്കോട്ടെ, എന്ത് വലിയ മാനസിക ബുദ്ധിമുട്ടോ സാമ്പത്തികമായിട്ടുള്ള കോടികൾ കടോ എന്ത് വന്നു കഴിഞ്ഞാലും കൂടെ ഉണ്ടാവുന്ന 100% ഉറപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പേരൻസും തൊട്ട ഫാമിലി അല്ലാത്തവർ, തൊട്ട ഫാമിലി തന്നെ ചിലപ്പോ ഉണ്ടാവുള്ളൂ. എന്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം. ആരും ഉണ്ടാവില്ല. ആരുമില്ല. അതാണ് ജസ്റ്റ്. അല്ല, ഇതെല്ലാം 3 ആൾക്കാർ. ഷഹനാസ് ഖാൻ 3 ആൾക്കാർ. സന്തോഷം. എനിക്ക് എന്റെ ജീവിതത്തിൽ 3 ആളുകളുണ്ട്. ആരൊക്കെയാണ് അസുൽക്ക? എന്റെ 3 സുഹൃത്തുക്കളാണ്. ആ. അപ്പോ സാമ്പത്തികമായിട്ട് എനിക്ക് ആവശ്യം വന്നപ്പല്ല, എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്, എന്റെ കയ്യിൽ വെച്ചാൽ ശരിയാവില്ല, നീ കയ്യിൽ വെച്ചോ, ഇനി എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ടുതന്ന ആളുകളുണ്ട്. കാരണം ഞാൻ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഇതുവരെ നമ്മൾ പല സംഗതികൾക്കും സഹായങ്ങൾക്കൊക്കെ വേണ്ടി ചോദിക്കുമ്പോൾ പറയുന്ന പൈസ അയച്ചു തരും. കാരണം എന്തൊരു കട്ട കേൾക്കുന്ന വർഷം സഹായിച്ച് 3 ആളുകൾ എന്റെ ജീവിതത്തിലുണ്ട്. സന്തോഷം. ഇത് ഫസ്ലുക്ക പറഞ്ഞ സമയത്ത് നമ്മൾ ഓരോരുത്തരും, ഇതാരും ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമ്മൾക്ക് ആരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും ഇതേപോലെ വേറെ ആരെങ്കിലും ജീവിതത്തിൽ ഒരാളാണോ എന്ന് ചിന്തിച്ചു നോക്കാം. മീൻസ് നമുക്ക് ആരും ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് 3 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ഇതേപോലെ എത്ര മനുഷ്യന്മാർക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ 100% കൂടെ നിൽക്കും. നമ്മളെ ക്ലോസ് ഫാമിലി അല്ലാത്ത എത്ര ആളുകൾക്ക് വേണ്ടി നമ്മൾ നിവർന്ന് നിൽക്കും എന്നുള്ള ഒരു തോട്ട് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഇതേപോലെ അത്രയും 100% ഒരുപാട് തവണ സ്വപ്നം കണ്ട് ഈ സംസം കിണർ വീണ്ടും കുഴിച്ചെടുക്കാനുള്ള സ്വപ്നം പോലെ തന്നെയാണ് പല മനുഷ്യന്മാരുടെ ഉള്ളിലും പല രീതിയിലുള്ള സംസം കിണർ വലിയൊരു എല്ലാവരും ലോകമെമ്പാടും അറിയപ്പെടുന്ന അത്രയും പറ്റാത്തത്ര വെള്ളം കൊടുക്കുന്ന ഒരു കിണറാണ്. പക്ഷെ ഇതേപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പല സ്വപ്നങ്ങളും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ജീവിതത്തിൽ. പക്ഷെ അത് നമ്മള് ആക്ഷൻ ആരും ഇല്ലെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുൽ മുത്തലിബും അവരുടെ മകനും കൂടെ തന്നെ ഒരു ഖുറൈശി ഗോത്രത്തിന്റെ തലവനാണ്. എന്നിട്ട് അവരെ ഇറങ്ങിത്തിരിക്കണം. അപ്പൊ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പിന്നെന്താ സംഭവിച്ചത്? അത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരാൻ തുടങ്ങി. ആ കാര്യങ്ങൾ അടിപൊളിയായിട്ട് അങ്ങനെ ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഈ നമ്മള് ഖുറാനിലും പല ഹദീസുകളിലും പല കഥകളിലുമായിട്ട് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിലേക്ക് ഫോളോ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പം ഖുറാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനിപ്പം പറഞ്ഞ ഈ സ്റ്റോറിയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് തിരിച്ചു തരണം. എനിക്കത് പഠിക്കണമെന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പാർട്ട് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് തരണം. അതേപോലെ തന്നെ ഖുറാൻ ഈസ് ദ ബുക്ക് ഓഫ് സയൻസ് സയൻസ് അല്ല കേട്ടോ, സയൻസ്, അടയാളങ്ങളുടെ പുസ്തകമാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താ സംഭവം? ഈ പറയുന്ന നമ്മളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ നല്ലൊരു നെയ്യത്തോട് കൂടിയിട്ട് ഖുറാൻ തുറന്നിട്ട് അതിന്റെ അർത്ഥം വായിച്ചു നോക്കിയാണ്ടല്ലോ, നമ്മളെ നെയ്യത്ത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ പല കാര്യങ്ങൾ ആ പേജിൽ തന്നെ കാണാൻ പറ്റും. അബ്ദുൽ മുത്തലിബ് ഓപ്പൺ പ്രോഫിറ്റ്സ്. യെസ്, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ഈ സമയത്താണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ആള് ശരിക്ക് ഒറ്റൊരു മകൻ മാത്രമാണല്ലോ ഈ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ചോനോട്, പടച്ചോനെ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം വന്ന സമയത്ത് എൻ്റെ ഒരു മകൻ മാത്രമല്ലേ ഉള്ളായിരുന്നു, എനിക്ക് ഒരു 10 മക്കളെ തരുമോ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് ഇനിയും കൂടുതൽ ആളുകളെ വേണം, അതുകൊണ്ട് 10 ആളുകളെ തരണേന്ന് പറയുന്ന സമയത്ത് 10 കുട്ടികളെ കൂടെ പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് ശരിക്ക് നമ്മളുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പയാണ്. മീൻസ് അതില് ജനിക്കുന്ന ഒരു കുട്ടിയാണ് അബ്ദുള്ള എന്ന് പറയുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ അത് ശരിക്കും ആ മുസ്ലിം അലൈഹിസ്വല്ലം പിറക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ മറ്റേ എന്താ പറയാ, ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതിന്റെ പുറമെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ്റിലുള്ള സമയത്ത് തന്നെ ഉപ്പ മരണപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് പറഞ്ഞ സമയത്തെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതേപോലെ ഒരു താങ്ങായിട്ടും തണലായിട്ടും ഞാൻ ഉണ്ടടാ എന്റെ കൂടെ എന്ന് പറയുന്ന ഒരാളാവാൻ നമുക്ക് പറ്റാറുണ്ട്. അപ്പം സാമ്പത്തികമായിട്ട് ഞാൻ ഉദ്ദേശിച്ച സാമ്പത്തികമായിട്ട് തന്നെ വേണമെന്നില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഓക്കെ അവരെന്നെ ഓക്കെ ആയിരിക്കില്ല. പക്ഷെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഒരു താങ്ങായിട്ടോ തണലായിട്ടോ നിന്ന് കൊടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റാറുണ്ടോ എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞിട്ടോ. ഇതിലെ ഒരു കാര്യം, മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇതേപോലെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കാൻ മാത്രം നമ്മൾ ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന ആളാണോ എന്ന് ചിന്തിക്കുക. അതേപോലെ തന്നെ വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇപ്പോഴത്തെ സമുദായം, ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ജനറേഷൻ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പം AI അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സാമ്പത്തികമായിട്ടും അതേപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ എടുത്തു നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ ചുരുക്കം ശതമാനം കുട്ടികൾക്ക് മാത്രമേ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ദീനി പഠനവും നമ്മളുടെ ചരിത്രങ്ങളും അതിൽ എന്താണ് പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോ ആ ചരിത്രങ്ങളിലൂടെയും അതേപോലെ ഖുറാനിലൂടെയും കഥകളിലൂടെയും പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അത് ജീവിതത്തിലുടനീളം എന്തായിട്ട് കിടക്കും, ഒരു വാല്യൂസ് ആയിട്ട് ഏത് AI ലെവലിൽ എത്തിക്കഴിഞ്ഞാലും അവരുടെ ഉള്ളിലുള്ള മൂല്യങ്ങൾ വിട്ടിട്ട് അവരെങ്ങോട്ട് പോകില്ല. ഇപ്പൊ പല സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ എന്താണ് ഞാൻ ഓരോ പറയുന്നില്ല, പല പുതിയ ഓരോരോ എന്താണ് LGBTQ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഓരോരോ വിഷയങ്ങൾ. ഈ എന്താണ് lesbian എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരേ ജെൻഡർ തമ്മിൽ ചേരുന്നതും കല്യാണം കഴിക്കുന്നതും അങ്ങനെ തുടങ്ങിയിട്ട് പല വിഷയങ്ങൾ നടക്കണമൊക്കെ എന്താണ് സംഭവം. ഇവിടെ ലോജിക്കൽ തിങ്കിങ് മാത്രമാണ് ഈ ഒരു സമൂഹത്തിൽ ഇപ്പം ഓരോരുത്തരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. മക്കൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ മദ്രസകളിലോ അറബിക്കും അങ്ങനത്തെ ദീന പഠനത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ മതി. ഏതിനാണ് അല്ല ഇത് ദീന പഠനം അവിടെ നിന്നോട്ടെ, ഞാൻ ഏതും പല കാറ്റഗറി ഉണ്ടല്ലോ. നമ്മളുടെ ഇസ്ലാമിൽ തന്നെ പല കാറ്റഗറി ആയിട്ട് വിധിച്ച് ആളുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതുപോലും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത്. എന്തായാലും അതൊക്കെ പിന്നെ എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ലോകവ്യവസായത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വീതിക്കൽ നടക്കും, സെപ്പറേഷൻ നടക്കും എന്നൊക്കെ പറയുന്നതാണ്. അവിടെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് കുട്ടികളിൽ ഈ ഒരു മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധം ചെറുപ്പത്തിലേ കൊടുത്തിട്ടില്ലെങ്കിൽ, അത് പാരന്റ്സിനോട് മാത്രമല്ല കുട്ടികളും ഒക്കെ ഇതിലുണ്ടാവും. ഇപ്പം സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര തന്നെ ഏത് തന്നെ ലെവലിലേക്ക് നമ്മൾ ഉയരുന്നുണ്ടെങ്കിലും ഏത് മേഖല ആയിക്കോട്ടെ അതിലൊക്കെ നമ്മളുടെ മൂല്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോവാൻ പറ്റുന്ന രീതിയിൽ നമ്മളെയും കൂടുതൽ എല്ലാരെയും നന്നാക്കാനൊന്നും നമ്മൾ പോകണ്ട. നമ്മളെ കാര്യവും നമ്മളുടെ മക്കളെ കാര്യം, നമ്മളുടെ വീട്ടിലെ നമ്മളുടെ ആങ്ങള പെങ്ങള തുടങ്ങിയിട്ടുള്ള നമ്മളെ ക്ലോസർ ആയിട്ടുള്ള എല്ലാരെയും നന്നാക്കാനും നമ്മൾ പോകണ്ട. നമ്മളും നമ്മളെ കുടുംബത്തിനെയും നന്നായാൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റഡായി അങ്ങനെ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ കാര്യങ്ങൾക്ക് പറ്റും. അപ്പോ ഇന്ന് നമ്മൾ പൊതുവെ പല ഹാബിറ്റുകളെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാറ്. പക്ഷെ ഈ ഒരു സ്റ്റോറി ഇതിൽ ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനിയിപ്പം മുന്നോട്ട് ഈ അബ്ദുൽ മുത്തലിബ് ആളുടെ നിന്ന് പോയിട്ട് അബ്ദുള്ള അവരുടെ കഥ വന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിയിട്ട് അങ്ങനെ പോകുന്ന ഒരു വലിയ കഥബുക്കാണത്. അപ്പൊ അതില് മുന്നോട്ടുള്ള സമയത്ത് ആർക്കെങ്കിലും ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ്
ഇവിടെ ഈ സ്റ്റോറിയിൽ ഇവിടെ നിർത്തിയതാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയത്. ഏതായാലും ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വലിയൊരു സെഷൻ ഒന്നും അല്ല, ചെറിയൊരു കഥയിലൂടെ ജീവിതത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഹരേഷ് മാം പറഞ്ഞോളൂ. സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ആളുകളെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് എനിക്കൊരു ഒപ്പീനിയൻ അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളായിട്ട് ഫസ്റ്റ് മാറേണ്ട എല്ലാ കാര്യങ്ങളും മാറുക. സോ നമ്മളുടെ എല്ലാ ആറ്റിറ്റ്യൂഡ്സും മറ്റുള്ള എല്ലാ കാര്യം, നമ്മൾ ഒരാളോടുള്ള അപ്രോച്ചും നമ്മുടെ ഒരു പെർസെപ്ഷൻ എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നമ്മൾക്ക് ചെലുത്താൻ പറ്റും. സോ ആസ് യൂഷ്വൽ അവര് നമ്മളിൽ ഇൻസ്പയർഡ് ആയിട്ട് അവർക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത്. അത് കറക്റ്റാണ്. അത് ശരിക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരിക്കലും ആരെയും പോയി നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഒരുപാട് ഒന്നും രണ്ടും കാര്യങ്ങളൊന്നല്ല, ഒരു മനുഷ്യന്റെ ക്വാളിറ്റി പറയുന്ന സമയത്ത് എങ്ങനെ ആലോചിക്കുക, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്ര അൽ അമീൻ അറിയപ്പെടുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ള സംഭവം. ഈ ഇതില് ഇപ്പൊ മാം ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മളിൽ മാറ്റം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ആളുകളിൽ മാറ്റം വരും, നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളിൽ മാറ്റം വരും. അത് ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറും മെല്ലെ മെല്ലെ. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇതില് നിങ്ങൾക്ക് അറിയണ്ടാവും, ഈ ഖദീജ റളിയല്ലാഹു അൻഹന വിവാഹം കഴിക്കുന്നുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 2 വർഷം ഖദീജ റളിയല്ലാഹു അൻഹന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടെ മീൻസ് പല യമനിലും പല രാജ്യങ്ങളിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഖദീജ റളിയല്ലാഹു അൻഹന്റെ കൂടെ ഉള്ള ഒരാളുണ്ട്, ബിസിനസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പർ ആയിട്ടുള്ള മൈസറ എന്നാണ് അവരുടെ പേര്. അവര് ഓരോ തവണയും ഈ യാത്ര പോയിട്ട് ബിസിനസ് ചെയ്യാൻ, ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് മൈസറ എന്ന് പറഞ്ഞ ആളോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, യാത്ര എങ്ങനെ. ഇത് വിവാഹത്തിന് മുന്നാട്ടോ, 2 വർഷം ഇവർ ഒരുമിച്ച് കച്ചവടമൊക്കെ ചെയ്തതിന് ശേഷമാണ് വിവാഹം ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് മൈസറ എന്ന് പറഞ്ഞ ആള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് വായിക്കട്ടോ. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റീസിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് അത്. കറക്റ്റ് കേൾക്കാണ്. വർഷങ്ങളായി ഖദീജയുടെ അടിമയായ മൈസറ എത്രയോ കച്ചവട സംഘത്തിനൊപ്പം പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും അത്ഭുതവും ആശ്ചര്യവുമുള്ള ഒരു യാത്ര ജീവിതത്തിൽ തന്നെ ആദ്യ തവണ. അസാധ്യം തന്നെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവവും, അന്ന് നബി ആയിട്ടൊന്നും ഇല്ല കേട്ടോ, നബിയൊക്കെ അതിന് ശേഷമാണല്ലോ അന്ന്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവവും പരിചയവും ഒന്ന് വേറെ തന്നെ. ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള സന്നദ്ധത. ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ആരെയും സന്തോഷിപ്പിക്കുന്ന പുഞ്ചിരി, ചിന്തിപ്പിക്കുന്ന സംസാരം, യാത്രയുടെ ആലസ്യങ്ങൾ നീങ്ങാൻ പലരും പല തമാശകളുമായി രസിക്കാറുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തമാശകളുണ്ട്, പക്ഷെ അതിൽ അശ്ലീലമില്ല. ദാറ്റ് മീൻസ് മറ്റുള്ളവരെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ അശ്ലീലം ഉപയോഗിച്ചുകൊണ്ടുള്ള തമാശകളില്ല. പിന്നെ പറയുന്നതാണ് അനാവശ്യ സംസാരവുമില്ല. എന്ത് കാര്യവും ഒറ്റത്തവണ കണ്ടാൽ മനസ്സിലാക്കുന്ന പ്രകൃതം, ചിന്തിപ്പിക്കുന്നതും ബുദ്ധിപൂർവവുമായ മറുപടികൾ. ഷാമിലെ ചന്തകളിൽ പോലും വ്യക്തിത്വം കൈവിടാതെ എല്ലാവരോടും കുശലാന്വേഷണം നടത്തുന്നു. പകൽ വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ശരീരം, രാത്രിയിൽ തിളങ്ങി നിൽക്കുന്ന പ്രതീകം. പുഞ്ചിരിക്കുമ്പോൾ ഓരോ പല്ലുകളും മുത്തുപോലെ
പൊട്ടിച്ചിരി വളരെ കുറവ്, മദ്യപാനമില്ല, അല്പഭക്ഷണം, എന്തിന് തന്റെ വിയർപ്പിന് പോലും സുഗന്ധ പരിമളം. ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ആ മനുഷ്യന്റെ ഒരു ചിത്രം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിട്ടോ ഓരോരുത്തർ. ഇത് ആ സ്വഭാവ ഗുണങ്ങളും ശരീരഘടനയും ഈ ഈ വിയർപ്പിന് പോലും എന്താ അത്രയും നല്ല സ്മെല്ല്, സുഗന്ധ പരിമളം. തന്റെ ഇരുത്തവും നടത്തവും ഇരുത്തം വന്ന വ്യക്തിയുടെ പക്വതയോടെ ആയിരുന്നു. പാവപ്പെട്ടവനെ കണ്ടാൽ സഹായിക്കുന്ന മനസ്സ്, വലിയവരെ ബഹുമാനിക്കുന്ന പ്രകൃതം, ഉയർന്ന ചിന്തകൾ, മനസ്സിനെ ദൃഢമാക്കുന്ന വിശ്വാസം. അവിടെയും വിശ്വാസം ഞാൻ പറയുന്നുണ്ട്. നന്മകളുടെ പറുദീസയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം കിട്ടിയത് തന്നെ ഞാൻ ഭാഗ്യമായി കരുതുന്നു. അപ്പൊ ഇതില് അവര് പറയുന്നതില് ഒരു നമ്മളുടെ ഏറ്റവും ആദ്യം നമ്മൾ പറയില്ല, അലിഫ് എന്ന് പറയില്ല, നമ്മള് അദബ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ക്യാരക്ടർ. ഒരാളുടെ ക്യാരക്ടർ നന്നാക്കി കഴിഞ്ഞാണ്ടല്ലോ എല്ലാത്തിലും വ്യത്യാസം വരും. നമ്മളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സ്വഭാവം നന്നാക്കുക. സ്വഭാവ ഗുണം, അല്ലെങ്കിൽ അത് നമ്മൾ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കയറിപ്പോന്നൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ മനുഷ്യന്മാരാണ്. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, ചില സമയത്ത് അസൂയ വരും, ചില സമയത്ത് നമുക്ക് പല വികാരങ്ങളും വരും. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നന്ദിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ചെറിയൊരു 1%, 0.5% നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു നീയത്ത് വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഇതേപോലെ നല്ലൊരു വ്യക്തിത്വമായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും. മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലും രീതിയിൽ സഹായങ്ങളൊക്കെ ആയിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ട് നമ്മൾ വളരണം, അതിനുള്ള പഠനങ്ങൾ നടത്തണം, എന്തെങ്കിലും രീതിയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കഴിവുകളും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു നീയത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ജീവിച്ചാൽ തന്നെ ഒരുപാട് ബിഫോർ വി സ്റ്റാർട്ട് എക്സ്പെക്ടിങ് ടു ഗെറ്റ് തിങ്സ് ഫ്രം അതേഴ്സ്, ജസ്റ്റ് തിങ്ക് വെദർ വി ആർ ഗിവിംഗ് ടു അതേഴ്സ്. യെസ്, നമ്മൾ മറ്റുള്ളവരോട് എക്സ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്താൽ. താങ്ക് യു. ഏതായാലും ഒരുപാട് സന്തോഷം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും? താങ്ക് യു. ശരിയാണ്, പറഞ്ഞോളൂ. അലിഷമാമി പറഞ്ഞ മാതിരി എനിക്കൊരു അനുഭവം ഉണ്ട്. കാരണം നമ്മൾ മാറിക്കഴിഞ്ഞാല് നമ്മളെ ചുറ്റുള്ള ആളുകൾ മാറുന്നുള്ളതിന് വലിയൊരു ഉദാഹരണമുണ്ട്. കാരണം എന്റെ അയൽപ്രദേശമായ നന്മണ്ട 11 എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. അവിടെ ഒരു സി അബ്ദുള്ള മദനി ഉണ്ട്. ഇപ്പൊ പ്രായം ഏകദേശം ഒരു 80-85 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം പള്ളിയില് നമ്മൾ പണ്ടത്തെ കള്ളിമുണ്ട് എടുത്ത് വരും. കാരണം ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു കള്ളിമുണ്ടുണ്ട്. കാരണം അന്നത്തെ ഡോളറിന്റെ ഒക്കെ പിക്ചറുള്ള ആ സമയത്ത് പള്ളിയിൽ വന്ന സമയത്ത് എന്റെ വല്യാപ്പ പറഞ്ഞ വേഗം വീട്ടിൽ പോയിട്ട് ആ തുണി മാറ്റി വാ, വെള്ള തുണി എടുത്ത് വരണമെന്നാണ്. അപ്പൊ മൂപ്പറിനോട് പറഞ്ഞ കഥയാണ്. മൂപ്പർ ഓടി വീട്ടിലേക്ക് പോയി വെള്ള മുണ്ടെടുത്ത് പള്ളിയിൽ വന്നതാണ്. മൂപ്പർ പിന്നെ ജീവിതത്തിൽ ഇന്നേ വരെ വെള്ള മുണ്ടെടുക്കാണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം നമ്മളെ നാട്ടിൽ നിന്ന് അയൽപ്രദേശമായ നന്മണ്ടയിലേക്ക് പോയപ്പോൾ ആ മഹലിൽ ഒരാൾ പോലും കള്ളി കൊണ്ട് കൊടുത്ത് പള്ളിയിൽ വരൂല. അപ്പം ഒരു വല്യാപ്പന്റെ ഒരു വർത്താനം കൊണ്ട് അദ്ദേഹം ഒരു പ്രദേശത്തെ ഒന്നടങ്കം അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ച് മാറ്റിയെടുത്ത്. ആ പള്ളിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കള്ളി കൊണ്ടെടുത്ത ഒരാളെയും കാണില്ല. ആ പള്ളിയിലേക്ക് വരുമ്പോൾ വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിച്ചിട്ട് വരുന്ന ആളുകളെ ആ പള്ളിയിൽ കാണും. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു പ്രദേശത്ത് ഉണ്ടാക്കാൻ പറ്റിയ മാറ്റാണ്. അപ്പൊ നമ്മൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിൽ ഒരുപാട് ആളുകൾ മാറുന്നുള്ളത് ഒരു വലിയ ഉദാഹരണമാണത്. സത്യട്ടോ, മാഷാ അല്ലാഹ്. ഏതായാലും അല്ല, എന്തറിയോ, ഇങ്ങനത്തെ ഓരോ കഥകൾ കേൾക്കുന്ന സമയത്താണ് ശരിക്കും ഓരോരുത്തർക്ക് പെട്ടെന്ന് കണക്ട് ആവും. എങ്ങനെ ഇങ്ങനത്തെ കഥ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കഥകളൊന്നും മനസ്സിലായതും ഇല്ലെങ്കിലും ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഈ രീതിയിൽ ആളുകൾ ചിന്തിക്കാനാ. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഫോളോ ചെയ്യുന്നത് കണ്ട് ചിലപ്പോൾ ഒരാള് അത് ഫോളോ ചെയ്ത് അത് പിന്നീട് ഒരു സമൂഹം തന്നെ അത് ഫോളോ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഓരോരുത്തരും പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മതം ഉണ്ടല്ലോ, നമ്മളുടെ ഇസ്ലാം എന്ന് പറഞ്ഞ മതം, അത് സോഷ്യൽ മീഡിയ ഉള്ള ഒരു കാലത്തായിരുന്നോ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നത്? 1400 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കാട്ട് ഇറക്കി വിട്ടതാ ഈ സാധനത്തെ.
എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം തുടങ്ങിയിട്ട് അന്നൊരു സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണെങ്കിൽ എന്തോ ഒരു എളുപ്പമുണ്ടായിരുന്നു അല്ലെ. ഒറ്റൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ട് വൈറലായ സംഭവം എത്തി. പക്ഷെ ഇത് ഏതോ ഒരു രാജ്യത്തിന്റെ ഒരു കോണിൽ നിന്ന് ഒരു മനുഷ്യന് കൊടുത്ത വഴിയും ഒരു മനുഷ്യനോട് എന്താ പറയാ, ഞാനിങ്ങനെ പല സമയത്ത് ചിന്തിക്കാറുണ്ട്. ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് കൊടുത്തിട്ടുള്ള ഒരു പരിഗണന, ഈ ആർക്കെങ്കിലും അറിയോ, ഈ ബാങ്ക് വിളി ഉണ്ടല്ലോ ലോകത്തില് ഒരു സമയത്ത് പോലും ബാങ്ക് വിളി നിൽക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നോ, കോഴിക്കോടും മലപ്പുറവും തമ്മിൽ ബാങ്ക് വിളിന്റെ ടൈമിൽ വ്യത്യാസമല്ലേ. അതേപോലെ കേരളം വിട്ട് വേറെ ഡിസ്ട്രിക്റ്റ് പോകുമ്പോൾ വേറെ ടൈമാണ്. അതേപോലെ ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും ഡിഫറെന്റ് ടൈമിങ്ങിലാണ്. ദാറ്റ് മീൻസ് ഓരോ നിമിഷത്തിലും ഈ ബാങ്ക് വിളി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഭൂമിന്റെ പല കോണുകളിലായിട്ട്. അപ്പൊ എന്താ സംഭവം അറിയോ, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പം അള്ളാന്റെ പേര് കഴിഞ്ഞാല് പിന്നെ വരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളുടെ ഷഹാദത്ത് കലിമയിൽ പോലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി അള്ളാന്റെ സ്നേഹം കിട്ടും. അള്ളാന്റെ സ്നേഹം കിട്ടിയാൽ അള്ളാനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെ സ്നേഹം നമ്മളുടെ ജീവിതത്തിലേക്ക് വരും, പല രീതിയിൽ വരാൻ തുടങ്ങും. നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ ആ മനുഷ്യന്മാരിലൂടെ നമുക്ക് കിട്ടാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഓരോ നിമിഷത്തിലും ആ പേര് ഇങ്ങനെ ഇവിടെ. അപ്പൊ ഓരോരുത്തരും സലാത്ത് പറയും. ദാറ്റ് മീൻസ് സലാത്തിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ആ മനുഷ്യൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ഈ മൈൻഡ് പവറിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങള്, നമ്മളത് മൈൻഡ് പവറിലൊക്കെ മെയിൻ ടോപ്പിക്കാണ്. പക്ഷെ അത് നമുക്ക് ഏറ്റവും വേറെ ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഫോർഗീവ്നെസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സ്വന്തം മക്കളെ വധിച്ചവരുണ്ടല്ല, സ്വന്തം നിസ്കരിക്കുന്ന സമയത്ത് എന്താണ് പെരടിയിൽ, മീൻസ് പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ ചീഞ്ഞ കൊടൽമാല കൊണ്ടിട്ട മനുഷ്യന് പോലും ആ മനുഷ്യൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ലോകത്തും ദാറ്റ് മീൻസ് കഴിഞ്ഞ പാപങ്ങളും വരാനുള്ള പാപങ്ങളും പുറത്തു കൊടുക്കപ്പെട്ടിട്ട് ഒരു മനുഷ്യനായിട്ടും പിന്നെയും രാത്രിയുടനീളം നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വരുന്ന സമയത്ത് ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി സ്വർഗം ഉറപ്പിച്ചല്ലേ. അപ്പോ മനുഷ്യൻ പറയുന്നത് എന്താണ്, ഞാനൊരു നന്ദിയുള്ള അടിമ ആവണ്ടേ എന്നാ ചോദിക്കുന്നത്. മീൻസ് നമ്മളൊക്കെ ഒരു നേരത്തെ നിസ്കാരം അള്ളാഹുമ്പോ നമുക്ക് ഒന്നല്ലേ ഏതായാലും ഒരുമിച്ച് നിസ്കരിച്ചാളാം, ആ രീതിയിൽ ചിന്തിക്കുന്ന ഫർളല്ല പറയുന്നത്. സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ഞാൻ ഒരിക്കലും നമ്മൾ നബി ആവണം എന്നൊന്നല്ല. പക്ഷെ നമ്മളോട് ശരിക്കും നിസ്കാരത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നിസ്കാരത്തിന്റെ സമയം, ചില ആൾക്കാർ പറയലുണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, തിരക്കാണെന്നൊക്കെ. പക്ഷെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1400 മിനിറ്റ് ഉണ്ടാവും മൊത്തം, 1440. അപ്പൊ അതിൽ ഒരു നിസ്കാരത്തിന് നമ്മൾ മാക്സിമം നോക്കിയാൽ 5 മിനിറ്റ് മതി, വെറും 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ മാൻഡേറ്ററി 5 പ്രേയേഴ്സിന്റെ കാര്യമാണ്, ഫർള്. അപ്പൊ അതിൽ 5 മിനിറ്റ് വെച്ചിട്ട് 5 നിസ്കാരത്തിന് 25 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. 25 മിനിറ്റ് ആണ് നമ്മളോട് 1440, നമ്മൾ ഉറങ്ങുന്നതും എല്ലാം കൂടെ കൂട്ടിയിട്ട് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റാ. 1440 മിനിറ്റിൽ വെറും 25 മിനിറ്റ് മാത്രമാണ് നമ്മളോട് നിർബന്ധമായിട്ടുള്ള നമസ്കാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അത് എത്ര ശതമാനം അറിയോ, ഒരു ദിവസത്തിന്റെ 1.25% ടൈം മാത്രമേ മാൻഡേറ്ററി ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അത് എന്തിന്, നന്ദി കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് പഠിച്ചോനെ നമ്മൾ നിസ്കരിച്ചിട്ട് പഠിച്ചോനെ കിട്ടുമൊന്നുമില്ല.
അപ്പൊ അതും നമുക്ക് സമയമില്ല എന്ന് പറയുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ 25 ഡിവൈഡഡ് ബൈ 1440 ഇൻറ്റു 100 1.73 1.75% സമയം പോലും നമുക്ക് പഠിച്ചവന് വേണ്ടി കറക്റ്റ് സമയാസമയത്ത് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നന്ദിയില്ലാത്ത ഒരു അടിമയാണ്. ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേന്ന് ആരാ പറഞ്ഞത്? സ്വർഗം ഉറപ്പിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ എത്രത്തോളം നന്ദിയില്ലാത്ത അടിമയാണെന്ന് നമ്മളെ ജീവിതം ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അടക്കമുള്ള മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. മാക്സിമം ശ്രമിക്കാറുണ്ട്, അങ്ങനെ പോയി പോവാറില്ല. പക്ഷെ ഞാൻ പറയാണ്, ഓരോരുത്തർക്കും ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ചാൽ മാത്രം 1.75% സമയം പോലും എനിക്ക് മാറ്റി വെക്കാൻ സമയമില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടാനും കുറച്ച് സമയം എടുക്കൂലേ? കാരണം അത് ഉത്തരം കിട്ടണേ നന്ദിയുള്ള ആൾക്കാരോടല്ലേ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുക. മനുഷ്യന്മാർക്ക് തന്നെ നമ്മളോട് നമ്മൾ എന്താ ചെയ്തു കൊടുത്താൽ അതിന് നമ്മളോടൊരു ബഹുമാനവും താങ്ക് യു ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ പൊതുവെ ഇപ്പൊ നമ്മുടെ സ്വന്തം ഫാമിലിയിലല്ലേ, വൈഫ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, അവരോട് നമ്മൾ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നന്ദിയുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ അവർ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാനുള്ള മനസ്സുണ്ടാവില്ലേ? അതേപോലെ തന്നെ അല്ല പഠിച്ചോണ്ട കാര്യം. അതേപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും യാ നഫ്സി, സ്വന്തം കാര്യത്തെ കുറിച്ച് പറയുന്നതിന് പകരം യാ യാ അല്ലാ ഉമ്മത്തി, ഉമ്മത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്ന് ജീവിച്ചിരിപ്പുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല, ജനിക്കാൻ പോകുന്ന നമ്മളെപ്പോലുള്ള വർഷങ്ങൾക്ക് ശേഷം ഇനി ജനിക്കാൻ പോകുന്ന സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നമുക്കൊക്കെ ഇപ്പോഴുള്ള നമ്മളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സമയമുണ്ടോ? പല ആളുകൾക്ക് മറന്നു പോകുന്നുണ്ട്. ഞാനിത് ആരെയും ഒരാളെ മാത്രം എടുത്ത് പറയല്ല, ഓരോരുത്തരും, ഞാൻ അടക്കമുള്ള ഓരോരുത്തരെയും എടുത്ത് ഒന്ന് ചിന്തിക്കാം. പല സമയങ്ങളിൽ നമുക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ജനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ, നിങ്ങളെ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറിയോ? ഇല്ല, ഞാനതിന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റി വെച്ചാണ് ആ പ്രാർത്ഥന. മീൻസ് നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ സ്വർഗത്തിൽ എത്തണം, നമ്മൾ നരകത്തിൽ എത്താതിരിക്കാനും വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ഉള്ളിൽ എന്താ അറിയോ, നമ്മളുടെ ഉള്ളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വെളിച്ചം കിട്ടിയ പോലെ ഉണ്ടാവും. എന്ത് ചെയ്യുമ്പോഴും ഒരു ബർക്കത്ത് ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ആളുകളുടെ ജീവിതത്തിൽ എന്താ, നമ്മളുടെ ജീവിതത്തിലും സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അത് നമുക്ക് എന്ത് പൈസ ഉണ്ടായാൽ കിട്ടൂല, കുറെ മക്കൾ ഉണ്ടായാൽ കിട്ടൂല, വലിയ ലക്ഷറി വീടുണ്ടായാൽ കിട്ടൂല, വലിയ കാറ് വാങ്ങിയാൽ കിട്ടൂല, വലിയ ജോലിയിലോ വലിയ സൗന്ദര്യമോ വലിയ ആരോഗ്യമോ എന്തുണ്ടായാലും സമാധാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടൂല. സമാധാനം എന്ന് പറഞ്ഞ സംഭവം പടച്ചോന് മാത്രം തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എന്തിലൂടെ കിട്ടുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിലൂടെ, ഖുർആനും ഹദീസും. അതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സമാധാനം എന്ന് പറഞ്ഞ സംഭവം. അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മളുടെ കൗമപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്മൾ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഉപ്പനെയും ഉമ്മനെയും ഇതേപോലെ തന്നെ സ്വന്തം ഉമ്മാനെ കുറിച്ച് പറയുമ്പം എന്തുകൊണ്ടാണ് ആ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗം എന്നൊക്കെ പറയുന്നത്? വെറുതെ ആയിരിക്കുമോ? അല്ലല്ലോ. ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി എന്തുകൊണ്ടായിരിക്കും. അപ്പൊ ഉമ്മാനോടൊക്കെ ഒരു എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമോ, എങ്ങനെ മാപ്പ് അപേക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ പോയി കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും പറയുക, അറിയാണ്ട് തെറ്റ് പറ്റിപ്പോയതാണ്. കാരണം അത് ഏറ്റവും നമ്മൾ എന്ത് തന്നെ പ്രയത്നിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ ഭയങ്കര സഹായിക്കുന്ന ആളായിരിക്കും, കുറെ ആളുകളെ സഹായിക്കുകയും നാട്ടുകാർക്ക് വീടുണ്ടാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന, പക്ഷെ സ്വന്തം ഉമ്മാനെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്തതിനൊന്നും ഒരു കൂലി ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിൽ വെക്കില്ലത്. അത് ഞാൻ എന്നെയും കൂടി റിമൈൻഡ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ഒരാളോട് മാത്രം എന്നുള്ള രീതിയിൽ പറയല്ല, ഞാൻ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് അങ്ങനെ ഫ്ലോയിൽ വന്നപ്പോൾ സംസാരിച്ചാട്ടോ. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ആണെന്ന് പറയാനുള്ളത്. കൂടുതൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ തീരാത്തൊരു ടോപ്പിക്കാണ്. ഇല്യാസ്ക, നിങ്ങളെന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോളി.
ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ആവാനായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളിലേക്ക് ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. പറഞ്ഞോളെ നിങ്ങളെ നമ്മളെ ഒരുപാട് വീഡിയോ വീഡിയോ മനസ്സിലാക്കി. ഓൺ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. നിങ്ങളെ ഓക്കെ, വാക്കുകളിലൂടെ നിങ്ങളുടെ ഫേസ് ഇവിടെ വരും. ഓക്കെ. അതിൽ ഒന്നാമത്തത്, നേരത്തെ മൈസറയെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഖദീജ ബീവിയുടെ അടുക്കിലേക്ക് ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് പ്രവാചകർ ഓടി വരുന്നുണ്ട്, പേടിച്ച് ഓടി വന്നിട്ട് ഖദീജ ബിയോട് പറയുന്നുണ്ട്, ഖദീജ സമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പറയുന്നുണ്ട്, പേടിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്താണ് കണ്ടത്? അപ്പോൾ ഏതൊരാളെ കുറിച്ച് പറഞ്ഞു. ഖദീജ ബീവി, പ്രവാചകർക്ക് മുമ്പേ ഖദീജ ബീവി മനസ്സിലാക്കുന്നുണ്ട് ആ വന്നത് ജിബ്രീലാണ്, പണ്ട് മുസ നബിക്ക് വന്നിട്ടുള്ള അതേ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഭാര്യയുടെ കർത്തവ്യം എന്ന നിലക്ക് മടിയിൽ ഇങ്ങനെ തല ചേർത്ത് കിടത്തിയിട്ട് റസൂലിന് പുതപ്പിട്ട് മൂടി കൊടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. അത് ഇങ്ങനെയാണ്: നബിയെ, അന്ന് നബി ആയിട്ടില്ലല്ലോ, അങ്ങ് ഭർത്താവാണല്ലോ, അങ്ങ് പേടിക്കേണ്ട. ഇത് ഒരിക്കലും മനുഷ്യവചനങ്ങളല്ല, ഇത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള വചനങ്ങളാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പഠിച്ചവൻ അങ്ങേ ഒരിക്കലും കൈവിടൂലല്ലോ. എന്നിട്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നയാളാണ്, അങ്ങ് ഏറ്റവും വലിയ സത്യസന്ധനാണ്, അങ്ങ് ബന്ധങ്ങൾ നിലനിർത്തുന്നവനാണ്, അങ്ങ് ഏറ്റവും വലിയ വിശ്വസ്തനാണ്, അങ്ങ് ആളുകൾക്ക് ഇളവ് നൽകുന്നവനാണ്, ജീവിതത്തിൽ നന്മ ചെയ്യുന്നവനാണ്, അങ്ങയുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല, പടച്ചവൻ ഒരിക്കലും അങ്ങയെ കൈവടിയൂല. ആ ഒരൊറ്റ വാക്കില് പ്രവാചകര് ഏറ്റവും സമാധാനത്തിൽ അവിടെ കിടന്നു എന്നാണ്. എന്ന് വെച്ചാല് കുറെ കാര്യങ്ങളായിട്ടുണ്ട്. ആ ഇലിയാസ്, നിങ്ങൾ ആ സെന്റൻസ് നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മേലൊന്നായിട്ട് ഇത് തെരുപ്പ് കയറും. ഒന്നുകൂടെ പറയുക ആ സെന്റൻസ് മാത്രം. ഖദീജാബി പറയുന്നത് എങ്ങനെയാണ്: അങ്ങ് ദരിദ്രരെ സഹായിക്കുന്നയാളാണ്, അങ്ങ് സത്യസന്ധനാണ്, അങ്ങ് ബന്ധങ്ങൾ നിലനിർത്തുന്നയാളാണ്, അങ്ങേയറ്റം വിശ്വസ്തനാണ്, അങ്ങ് ധാരാളം ഇളവുകൾ നൽകുന്ന ഒരാളാണ്, ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നയാളാണ്, അങ്ങയുടെ ജീവിതത്തിൽ എല്ലാം നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പടച്ചോൻ ഒരിക്കലും അങ്ങയെ കൈവെടിയൂല. ഇത് പറഞ്ഞിട്ടാണ് ഖദീജ ബീവി റസൂലിനെ ആശ്വസിപ്പിക്കുന്നത്. അതോടുകൂടി റസൂലിന് അതിൽ വലിയൊരു ആശ്വാസം വന്നു. പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാല് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ മതി പടച്ചോൻ ഒരിക്കലും മനുഷ്യനെ കൈവെടിയൂല എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് റസൂൽ എന്ന് പറയുന്നത്. മറ്റൊന്ന്, അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോൾ അതിലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്യണം. അതുപോലെ റസൂലിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ആഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും നിസ്കാരത്തിന് ചില ആളുകൾക്ക് മടി വരാറുള്ള ഒരു കാര്യം പറയാറുള്ളത്, നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പല ചിന്തകളാണ്. അതായത് തക്ബീർ കെട്ടിയത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള കടത്തിൻ്റെതും കിട്ടാനുള്ള കണക്കുകളും പോവാനുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്തയിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ എനിക്ക് നിസ്കാരത്തിൽ തീരെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലല്ലോ, അപ്പൊ എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അതിന് പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാമിനെ പടച്ചതിന്റെ ശേഷം അതിന്റെ നന്ദിയായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു അത്രേ. 40,000 വർഷം എടുത്തിട്ടാണ് ആ നിസ്കാരം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 40,000 വർഷം എടുത്ത് നിസ്കാരം കംപ്ലീറ്റ് ചെയ്ത് ജിബ്രീൽ അലൈഹി സ്വലാം പടച്ചനോട് ചോദിച്ചു അത്രേ, അള്ളാഹുവേ, ഞാന് ഇത്രയധികം കാലം എടുത്ത് എനക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചല്ലോ, എന്റെ മനസ്സിൽ നീ അല്ലാതെ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇതിനേക്കാൾ നല്ലൊരു നിസ്കാരം വേറെ ആരെങ്കിലും നിസ്കരിക്കുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് പറയുന്ന ഒരു മറുപടി ഉണ്ട് ജിബ്രീൽ, അങ്ങയുടെ ഈ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു നിസ്കാരം വരുന്നുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവാചകരെ അയക്കുന്നുണ്ട് അവസാന നാളിൽ. ആ പ്രവാചകരെ കാണാത്ത ചില അനുയായികൾ വരാനുണ്ട് അദ്ദേഹത്തിന്റെ ശേഷം. അവര് എനിക്ക് വേണ്ടിയിട്ട് ഒരു കടമ നിർവഹിക്കാൻ എന്ന പോലെയെങ്കിലും അവർ എനിക്ക് വേണ്ടി നിസ്കരിക്കും 2 റക്അത്ത്. പക്ഷെ തക്ബീർ ചെല്ലുന്ന സമയത്ത് മാത്രമേ അവർക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സമയത്തൊന്നും അവർക്ക് എന്നെ ഓർമ്മ ഉണ്ടാകൂല. അവർ ആ 2 റക്അത്ത് നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ജിബ്രീൽ, ആ നിസ്കാരത്തിന് അങ്ങേ നിസ്കരിച്ച 40,000 വർഷത്തെ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠത ഈ 2 റക്അത്തിന് കിട്ടാനുള്ള കാരണം പ്രവാചകരുടെ ഉമ്മത്തായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് പടച്ചോൻ സ്വീകരിക്കും എന്നുള്ളത് തന്നെ ആ വിശ്വാസത്തില്, ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അതൊക്കെ സ്വീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഒരു ദിവസം പടച്ചോന്റെ മുന്നിൽ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് നിന്നാ മതി.
ബാക്കിയുള്ളതൊക്കെ അതിലൂടാണ്ട് ശരിയായിക്കൊള്ളുന്നതാണ്. ഏതായാലും പഠിച്ചം നന്നാക്കട്ടെ. സത്യം പറയാൻ ഇല്ലാസ്ക, ഈ ഒരു ഉം. ഈ ഒറ്റ 5 മിനിറ്റില്ലേ, ഈ ഒരു ഒറ്റ 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ കിട്ടി. ഒരു ജീവിതത്തിൽ ഉടനീളത്തിൽ നമ്മളെ ഫോളോ ചെയ്യാനുള്ള ഒരു എനർജി ഞങ്ങൾ തന്നെ. ഒരുപാട് സന്തോഷം. കാരണം ഓക്കെ, അമ്മ താങ്ക് യു. ആ വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ട സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു തരിപ്പൊക്കെ കയറി മേലെ കൂടെ. അൽഹംദുലില്ലാ, താങ്ക് യു. ഞാനിങ്ങനെ ആലോചിക്കാട്ടോ ആലോചിക്കാട്ടോ ഈ സദസ്സ് ഉണ്ടല്ലോ, ഈ 10-31 ആൾക്കാരാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ ആലോചിക്കും, ഈ 31 ആൾക്കാരല്ല ഉള്ളത് കേട്ടോ. 31 ആൾക്കാരല്ല ഇവിടെ, വേറെയും ഒരുപാട് നല്ല മലക്കുകളും നല്ല ജിന്നുകൾ വരെ ഉണ്ടായേക്കാം. അത് നമ്മൾ എന്താ അറിയോ, നമ്മൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഈ ഫുള്ളി ഈ രീതിയിൽ പോകണമെന്നല്ലായിരുന്നു വിചാരിച്ചു. പക്ഷെ ഇന്നിങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കണക്ട് ആയി പോയതാ. പക്ഷെ എനിക്കിങ്ങനെ തോന്നുന്നത് ഇത് കേൾക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആളുകൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടായേക്കാം. ഒരു മാറ്റം, ചെറിയൊരു മാറ്റം, നിസ്കാരം എന്നൊരൊറ്റ ഒരു മാറ്റം മാത്രം ജീവിതത്തിൽ തുടരാൻ, ദാറ്റ് മീൻസ് അത് ഒരു കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഓരോ നിസ്കാരം കഴിയുമ്പോൾ മനസ്സൊരു സമാധാനം, എന്ത് പ്രശ്നത്തിലായിക്കോട്ടെ, നിസ്കാരം കഴിഞ്ഞ് സുജൂദ് എണീച്ച് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമാധാനം ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് ചില ആളുകൾക്കേ കിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് മ്യൂട്ട് മാറ്റാമോ? ആർക്ക് ഫീഡ്ബാക്ക് പറയാനാന്ന് തോന്നുന്നു. അല്ല, ഞാൻ എല്ലാവർക്കും അൺമ്യൂട്ട് ആക്കാൻ പറ്റിയ പോലാണല്ലോ വെച്ച്, അല്ലേ? ഷംന മാം പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്തോ ഇഷ്യൂ ആയിരിക്കാം. ഞാൻ ഇവിടുന്ന് അൺമ്യൂട്ടിന്റെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ ഷംന മാം? കട്ടായോ, പോയോ? വേറെ ആർക്കെങ്കിലും? റഫീന മാം നമ്മളെ പുതിയ പാർട്ടിസിപ്പന്റ് ആണല്ലോ. മാം എന്തോ പറയാൻ വന്നിരുന്നല്ലോ നേരത്തെ? ഇല്ല, ഇല്ലല്ലേ? ഓക്കെ. അതല്ല, പറഞ്ഞോളൂ മാം. ഇല്ല, എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. അല്ല, ഈ മറ്റേ ചരിത്രം കാര്യങ്ങളൊന്നും അത് റിലേറ്റഡ് ആയിട്ടല്ല ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല. അല്ല, നമ്മുടെ ഈ പ്രോഗ്രാമില് എനർജി ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവോ? ഇങ്ങനത്തെ ഈ മീറ്റിംഗിലാണെങ്കിലും ഉണ്ടാകുമോ? അതറിയാം. അത് നമ്മളുടെ യുണീക്ക് എക്സ് പ്രോഗ്രാമിൽ വരുന്നുണ്ട് മാം. മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അത് നമ്മൾ എൻറ്റയർലി സൈക്കോളജി മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഹീലിംഗും വരുന്നുണ്ട്. എനർജി ഹീലിംഗ് അല്ല, നമ്മളുടെ മൈൻഡ് ഹീലിംഗ് ആണ് വരിക. ഇത് ഞാൻ ഒന്നുകൂടി പറയട്ടെ മാം, യുണീക്ക് എക്സ് ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ ഒന്നത്തെ ടോപ്പിക്. ഇത് എല്ലാ ആഴ്ചകളിലും ഫ്രീ ആയിട്ട് നടക്കണ ഒരു യുണീക്ക് ടോക്സ് എന്നുള്ളത്. ഇന്നിപ്പോ 59ാമത്തെ ആഴ്ചയാണ്. ഒരു വർഷം കഴിഞ്ഞു. 59 ആഴ്ച ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചെയ്യുന്നതാണ്. അപ്പൊ അത് എൻറ്റയർലി ഡിഫറെന്റ് പ്രോഗ്രാം ആണ് യുണീക്ക് എക്സ് ട്രെയിനിങ് പ്രോഗ്രാം. അത് വരുന്ന തിങ്കളാഴ്ച ആണ്, മറ്റന്നാളാണ് തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. അത് 2 മാസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ അതില് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അത് ഇങ്ങനെ എൻറ്റയർലി ഫുള്ളി സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടല്ല പോകുന്നത്, അല്ലാതെ മൈൻഡും സൈക്കോളജിയും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് വരിക. ഓക്കെ, താങ്ക് യു മാം. എവിടെ സ്ഥലം? ഞാൻ എറണാകുളം, ഇപ്പൊ കുവൈറ്റിലാണ്. കുവൈറ്റില്. ഓക്കെ, താങ്ക് യു. ഇതില് ഇതൊക്കെ ഉണ്ടല്ലോ, ഫോർഗീവ്നെസ് തെറാപ്പി, ഫോർഗീവ്നെസ് എല്ലാം ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണോന്ന് അറിയാൻ പറ്റും. ആണ് മാം, ആണ്. അതില് പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അത് നമ്മളുടെ ഓൺലൈന് മാത്രം. മാമിനിപ്പം ട്രെയിനർ എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ മാമിന് ഓൺലൈൻ ആയിട്ടുള്ള യുണീക്നെസ് പ്രോഗ്രാം, ദാറ്റ് മീൻസ് ഓൺലൈൻ
ഫോർഗീനസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണോ വേണ്ടത്, ഹീലിംഗ് ആണോ? എനിക്ക് ഹീലിംഗാ വേണ്ടത്, പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമോ? ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് പേഴ്സണലിയും ചെയ്യുന്നുണ്ട്. പേഴ്സണൽ മെന്ററിങ് പോലെ നമ്മൾ 1-to-1 സെഷൻ മാത്രമായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രൂപ്പായിട്ട് മാത്രമല്ല, 1-to-1 ആയിട്ട് ഇരുന്നിട്ടും ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് മാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ ഡീറ്റെയിൽ തരും. ഇവിടെ മിസ്ന, നമ്മുടെ ടീം ലീഡർ ഉണ്ട് മിസ്ന, അവരുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുക. 8137023966 81370239. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങളുടെ സംസാരിച്ചോളൂ. ഷംന മാം ഇപ്പോഴും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിസാർക്ക പറഞ്ഞോളൂ. നമ്മളെ ഈ ജീവിതത്തിലെ വെറും ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയാണ് ശരിക്ക് ഇത് നമ്മൾ കൊടുക്കാവോ എന്നുള്ള ഈ ഇവിടുത്തെ ജീവിതത്തിന്. അപ്പൊ മൂപ്പറ് വല്ലാത്തൊരു സംസാര നിസ്കാരത്തിൽ നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാം എത്രയോ 20,000 കൊല്ലം എത്രയാ പറഞ്ഞത്, 40,000 വർഷങ്ങൾ, 40,000 വർഷങ്ങളിലെടുത്ത നിസ്കാരത്തിനേക്കാണോ നമ്മളെ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള എത്ര ശുക്രൻ കണ്ണീര് ഒഴിച്ചാലും മതിയാവൂല. ആ വർത്താനെല്ലാം കേട്ടാൽ നല്ല ഇതായിട്ട് ഇന്നത്തെ വിഷയം ഇടയ്ക്കിറങ്ങി ഇങ്ങനത്തെ ടോപ്പിക്കെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്ന് വെറുതെ അങ്ങനെ മനസ്സിൽ തോന്നിയതാ. നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക് അല്ലല്ലോ സാധാരണ സംസാരിക്കാറ്. സാധാരണ നമ്മളെ ഹാബിറ്റിനെ കുറിച്ചൊക്കെ അല്ലേ പറയാറ്. പക്ഷെ എന്നിങ്ങനെ തോന്നി, ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് ഇങ്ങനെ വായിച്ച സമയത്ത് ഇങ്ങനെ തോന്നി, ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിച്ച് നോക്കിയാലോ എന്ന് അങ്ങനെ സംസാരിച്ചാണ്. സാർക്ക താങ്ക് യു. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ നമ്മളിപ്പോ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഇപ്പൊ തന്നെ ഇഷാ നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങരുത് ആരും, ദയവ് ചെയ്തിട്ട്. ഇതെങ്കിലും ഒന്ന്, അത് ഞാൻ ഉദ്ദേശിച്ച ആരും നിസ്കരിക്കാത്ത ആൾക്കാർ നല്ല, പക്ഷെ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഷംന മാം പറഞ്ഞോളൂ. കേക്കാലോ? കേക്കാം, ഓടിവിടാം. അപ്പൊ ഇന്നത് വളരെ നല്ല ക്ലാസ് ആട്ടോ. എനിക്ക് ഈ പടച്ചോനെ പറ്റിയും പറയാൻ കിട്ടുന്നില്ല. ഒന്ന് സത്യത്തിൽ ഞാന് പടച്ചോനും തമ്മിൽ അത്ര കണക്റ്റഡ് ആയ ഒരു ആളാട്ടോ. എൻ്റെ ഉമ്മ എപ്പം പറയാറുണ്ട്, പുറത്തു വിട്ട് വന്നാല് 10 മണി 11 മണി ആയി പോയാലും ഈശാ നിസ്കരിക്കാൻ ഞാൻ കിടക്കാറില്ല. മഗ്‌രിബ് ഖള ആയാലും രണ്ടും നിസ്കരിക്കാണ്ട് കിടക്കാറില്ല. പിന്നെ ഈ 3 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കാരം സമയത്ത് ഉമ്മ പറയാറുണ്ട്, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നീ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നതാണ്. കാരണം എനിക്കിപ്പോ നടക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഇന്ന് വരെയും ഞാൻ പഠിച്ചോനോട് എനിക്ക് നടക്കണം. വന്നാട്ടോ. ഇന്ന് വരെയും എനിക്ക് നടക്കാൻ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഫാമിലി ആരെ വരിക എന്തോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അല്ല മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും, എനിക്ക് കട്ടായി തോന്നുന്നു. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണേ? ഇപ്പൊ ഇല്യാസ്കൊക്കെ ആഡ് ചെയ്ത പോലെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടെങ്കിൽ അതും ചെയ്യാട്ടോ. ഒരു ഇതില് കേട്ടതാ, ഒരാളുടെ ഇന്റർവ്യൂ ും പുള്ളിനോട് ചോദിച്ചു, വാട്ട് ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ് എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ ഫൈറ്റ്. അതായത് ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫൈറ്റിലാണ്. അപ്പൊ ഫൈറ്റിൽ കൂടി എങ്ങനെയാ സക്സസ്? ബിക്കോസ് ഞാൻ ഇബിലീസായിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പരമാവധി ഉറക്കി കിടത്താനായിട്ടാണ് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത്. ബട്ട് ഞാൻ എപ്പോഴും ആ ഫൈറ്റിൽ സക്സസ് ആവും. ആ സക്സസിന്റെ മോട്ടിവേഷനിൽ ഐ വർക്ക് ത്രൂ ഔട്ട് ദ ഡേ. അതാണ് എൻ്റെ കരിയറിലുള്ള എല്ലാ സക്സസും, വാട്ടെവർ, ഒരു പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, എന്തെല്ലാം ലൈഫിനെയും സക്സസ് എന്ന് പറയുന്നത് ആ ഒരു ഫൈറ്റിൽ ഞാൻ സക്സസ് ആവണതാണെന്നാണ് പുള്ളി പറഞ്ഞത്. താങ്ക് യു. അതല്ല, ഇതൊക്കെ ശരിക്കുണ്ടല്ലോ, അധികം ആൾക്കാർ നോർമലി രാവിലത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ സുബൈ കളായി പോലുണ്ട്. അവർക്കുള്ള ഒരു സംഭവമാണിത്. കാരണം
നമ്മൾ ആ സമയത്ത് ഫൈറ്റ് ചെയ്യുന്ന ഇബിലീസുമായിട്ടാ. ഇബിലീസാണ് പല സമയത്തും ജയിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാ, ജയിക്കാൻ സമ്മതിക്കാതെ ഇബിലീസിനോടാണ് ഫൈറ്റ് ചെയ്യുന്നുള്ള മനസ്സിൽ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് മാം അത് പറഞ്ഞത്. താങ്ക് യു മാം, താങ്ക് യു. വേറെ ആരെങ്കിലും? ആരാണ്? ഞാൻ സംസാരിച്ചോട്ടെ? ഫാത്തിമ മാം പറഞ്ഞോളൂ. ഞാൻ ഈ കൺസിസ്റ്റൻസിന്റെ ഒരു ഇതിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. പിന്നെ ഫാത്തിമ മാമിന്റെ അൺലോക്ക് യുവർ എന്തോ പറയാണ്ട് ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് പറ്റിയില്ല മുഴുവൻ കേൾക്കാനായിട്ട്. പക്ഷേ സാറ് ക്ലാസ്സിലൊക്കെ എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാല്, അവസാനം എന്ത് ചെയ്യാൻ പറഞ്ഞെത്തുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും. എന്തോ സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന പോലെ, എന്തോ സ്പിരിച്വൽ കണക്ഷൻ പെട്ടെന്ന് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഷംന മാമിന്റെ വാക്ക് കേട്ടപ്പോ പഠിച്ചനെ നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ള സാധനം, നമ്മളിന്ന് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത എത്രത്തോളം നമുക്ക് ബ്ലെസ്സിങ്സ് പഠിച്ചാൽ തന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു ഫാത്തിമ മാം. ഷംന മാം ജന്മനാ നടക്കാൻ പറ്റാത്ത ആളാണ്, വീൽ ചെയറിൽ നടക്കുന്ന ആളാണ്. നമ്മളെ ഇപ്പൊ ഒരുപാട് വീക്സ് ആയിട്ട്, ഒരുപാട് ആഴ്ചകളായിട്ട് ആൾക്ക് നമ്മളുടെ പെയ്ഡ് പ്രോഗ്രാമിലൊന്നും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആള് ഇതില് സ്ഥിരമായിട്ട് എല്ലാ വീക്കും, എനിക്ക് തോന്നുന്നു ഒരു 10-20 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും സ്ഥിരമായിട്ട് കറക്റ്റ് ജോയിൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പോസ്റ്ററൊക്കെ എല്ലായിടത്തും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള മനുഷ്യനാണ്. നല്ല ഒരു എന്താ പറയുക, പഠിച്ചോൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് മാഷാ അല്ലാഹ്. അങ്ങനെ എന്താ സംഭവം എന്നറിയോ, നമ്മളെല്ലാവരും നമുക്ക് ഉള്ളതിന് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ പഠിച്ചോൻ ജന്മനാ കൊടുത്തിട്ടും നിസ്കാരവും കാര്യങ്ങളൊക്കെ തഹജ്ജുദ്, ദാറ്റ് മീൻസ് നടക്കാൻ കഴിവില്ലാത്ത ഒരാള് രാവിലെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്. അത് നിങ്ങൾ കേട്ടില്ലേ? അത് മാത്രം കേട്ടാൽ മതി, ആ മനുഷ്യന്റെ ഇത് എത്രയാണെന്ന് മനസ്സിലാക്കാം. സന്തോഷം. അൽഹംദുലില്ലാ. പിന്നെ മാം ഹസീന മാം നേരത്തെ സംസാരിക്കാൻ വന്നിരുന്നല്ലോ, അതിന്റെ ഇടയിൽ എന്തോ ബ്രേക്ക് ആയി തോന്നുന്നു. മാം പറഞ്ഞോളൂ. ഇസ്ലാം മാം പറഞ്ഞോളൂ. അല്ല, ഈ നമസ്കാരം പറഞ്ഞപ്പോഴേ, അത് നമസ്കരിക്കുമ്പോ നമ്മളിങ്ങനെ നിൽക്കുമ്പോ ശ്രദ്ധ കിട്ടാൻ ഇപ്പൊ നമ്മള് ഫാത്തിഹയൊക്കെ ഓതുമ്പോ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോ അപ്പൊ തന്നെ അള്ളാഹു മലക്കുകളോട് പറയുന്നു, അതിന് മറുപടി പറയും, അവൻ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം എന്നെ അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞത്, അതുപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്നെ ഉന്നത സ്ഥാനത്ത് അത് അംഗീകരിച്ചു തന്നിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു പറയുമ്പോ അതുപോലെ ഇങ്ങനെ അള്ളാഹു ഓരോ ആയത്തിനും നമുക്ക് മറുപടി തരണുണ്ട്. നമ്മൾ ഇതൊന്നും അറിയാതെയാണ് എങ്ങനെയൊക്കെയോ നമസ്കരിച്ച് തീർക്കുന്നത്. അതങ്ങനെ അത് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ഒരുപാട് കുറച്ചുകൂടി നമുക്ക് കിട്ടും. ഓരോ ആയത്തും അർത്ഥം പഠിച്ച് തന്നെ നമ്മളത് നമസ്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഫീൽ കിട്ടും. അപ്പൊ നമ്മൾ ഈ പറയുന്നതിന് അള്ളാഹു നമ്മളവിടെ നേരെ നിന്ന് മറുപടി പറയാണ്, സർവ്വ ലോക രക്ഷിതാവായ തമ്പുരാൻ. നമ്മളത് ചിന്തിക്കണില്ല, നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ എങ്ങനെ നമസ്കരിച്ച് കഴിയുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്റെ ഒരു ചരിത്രം പറയുമ്പോൾ, പ്രവാചകൻ ഇങ്ങനെ വന്നിട്ട് ആൾക്കാരൊക്കെ അക്രമങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന ആ സമയത്ത് ആരും പ്രവാചകനെ അംഗീകരിക്കാതിരിക്കുന്ന ആ സമയത്താണ് ഒരു വയസ്സായ ഒരാൾ വന്ന് വിറക് ചുമന്ന് കൊണ്ടുവരുമ്പോഴാണ് ആരും അത് സഹായിക്കാൻ ആരുമില്ല. അപ്പൊ പ്രവാചകൻ ആ തലയിൽ ആ വിറക് ചുമന്ന് കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ അവര് ഒരു ഉപദേശം കൊടുക്കാൻ കാശൊന്നും ഇല്ലാതെ, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ആള് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വലയിലൊന്നും ചെന്ന് വീഴരുതെന്ന്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനാണ് ആ മുഹമ്മദ് എന്ന്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് ആളുകൾ വരും. ഇപ്പൊ നമുക്ക് എല്ലാവരെയും നന്നാക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഓരോരുത്തരെയും ഖലീഫയായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നന്നാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിലപ്പോ ഈ പറയും പോലെ ആത്മീയതയൊക്കെ ഒരുപാട് പറയുമ്പോൾ കുറച്ച് കേൾക്കുന്ന സമയത്തേ ഉള്ളൂ, അത് കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷെ നിങ്ങളുടെ ഈ പരിപാടിയിലൂടെ ആകുമ്പോൾ കുറച്ചുകൂടി അതിനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ, അസ്സലാം വലൈക്കും. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളി. ഇത് ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഇപ്പൊ 10-35 ആളാണെങ്കിലും ഇതൊരു 10-35 പാഠപുസ്തകങ്ങൾ പോലെയാണ്. ഇവിടെ സംസാരിക്കുന്ന ഓരോ ആളുകളും പുതിയ പുതിയ കാര്യങ്ങള്, പുതിയ പുതിയ കഥകള്, ഭയങ്കര മോട്ടിവേഷൻ. സാധാരണ ഉള്ള ഒരു ഓൺലൈൻ ക്ലാസ് പോലെയല്ല.
ഇപ്പൊ അഫ്സൽക്ക സംസാരിച്ച സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ ഒരുപാട് സമയം അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഓരോ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ കണക്ഷൻസ്. ഒരു വലിയ അനുഗ്രഹമാണ് നിങ്ങളെ പരിചയപ്പെട്ടതും നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ഏതൊക്കെ തോന്നുന്നു. എന്തായാലും നിങ്ങളെ ആശയങ്ങള് ഇന്ന് എനിക്ക് കുറച്ചു പേർക്ക് കൊടുക്കാൻ പറ്റി. അത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബിക്കോസ് ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുത്തത്. സാധാരണ ഞങ്ങള് നിങ്ങളെ ക്ലാസ്സിൽ വന്ന പോലെയല്ല. നമ്മള് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അത്ര ഇതിലായിരുന്നു നമ്മൾ അന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുമല്ലോ. അവർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ക്ലാസ്സിന്റെ എൻഡിൽ എത്തുമ്പോഴത്തേക്ക് അവര് സംസാരമൊക്കെ നിർത്തി അവരെന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. അപ്പോ നിങ്ങളെ അടുത്തുനിന്ന് കിട്ടിയ കുറെ കാര്യങ്ങള് എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റി. ഇനിയും ഇൻഷാല്ലാ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഇൻഷാല്ലാ. ഓരോ കാര്യങ്ങളും മനസ്സിൽ തട്ടുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പറയുന്ന ചരിത്രങ്ങളായിക്കോട്ടെ എല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അത് എന്താ സംഭവം വെച്ചാൽ നമ്മൾ സാധാരണ വേറെ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആ ക്ലാസ് കേൾക്കുക, ഒന്നോ രണ്ടോ ആൾക്കാർ സംസാരിക്കുക, നിർത്തുക എന്നല്ല ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്താ സംഭവം അറിയോ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അറിയോ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും ഷെയർ ചെയ്യാം. ഇപ്പൊ ഇല്യാസ്ക സംസാരിച്ച്, ഇപ്പൊ ഓരോരുത്തർ നിസാർക്ക് ഓരോരുത്തർ സംസാരിക്കുന്ന സമയത്തും ഫസ്ലുക്ക ഓരോരുത്തർ സംസാരിച്ച സമയത്തും നമുക്ക് എന്തെങ്കിലും പുതിയ പുതിയ പഠിക്കാൻ പറ്റും. പല മനുഷ്യന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങള്, അതിൽ നിന്ന് പഠിച്ച പാഠങ്ങള്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശരിക്കും നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് സെഷൻ കഴിഞ്ഞാൽ എന്നാ ഓക്കെ ശരി കേട്ടോ അസ്സലാമു അലൈക്കും സാറും പോവാം. പക്ഷെ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അത് നോട്ട് ചെയ്ത് വെക്കാനും പറ്റുന്നതും ജീവിതത്തിൽ ഒരു വലിയ ഒരു ഞാനിത് എൻ്റെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഞാനിത് കാണുന്നത്. അപ്പൊ അൽഹംദുലില്ലാ പഠിച്ചോൻ ഇങ്ങനെ ഒരു സംഭവം ഒരുക്കി തന്ന് 59 ആഴ്ച കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചോൻ ഇതിനുള്ള ഒരു ആരോഗ്യവും ആഫിയത്തും തന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം. ഒരുപാട് ഏതെങ്കിലും എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നമ്മൾ 35 ആൾ മാത്രമല്ലല്ലോ കാണുക. ഇനിയിപ്പോ ഞാൻ മരിച്ചാലും ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടായിരിക്കില്ല ഈ വീഡിയോ കണ്ടിട്ട് ഒരു നേരം നിസ്കരിക്കുന്നത്. അതുപോലെ നമുക്ക് അവിടെ കിടക്കുമ്പോ കിട്ടിയാൽ പോലെ, അത് മതി. അപ്പൊ അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അതായത് സന്തോഷം അൽഹംദുലില്ലാ. വേറെ ആരെങ്കിലും പിന്നെ ഒന്നും കൂടെ പറയാണ്ട്, ഞാൻ ഈ സംഭവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരിക്കലും ഒരു പെർഫെക്റ്റ് മനുഷ്യനോ ഒരു നല്ല മകനോ നല്ല ഭർത്താവോ നല്ല ഒന്നുമല്ല. ഞാൻ നല്ലതാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ശരിക്കും നമ്മൾ പറയുക പണ്ഡിതന്മാരാണ് നിസ്കാരത്തിനെ കുറിച്ചും ഇങ്ങനത്തെ കാര്യത്തെ കുറിച്ചും ഡീപ്പറായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ക്ഷമാപണം നിങ്ങളോട് മാത്രമല്ല പടച്ചോനോടും സോറി. അപ്പൊ നല്ലത് എന്തെങ്കിലും ആളുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അൽഹംദുലില്ലാ. നമ്മളല്ലല്ലോ അത് പറയുന്നതും പറയിപ്പിക്കുന്നതും. വളരെ സന്തോഷം അൽഹംദുലില്ലാ. വേറെ ആർക്കെങ്കിലും ഷഹനാസ് മാം താങ്ക് യു. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതിലൊരു സംഗതി കൂടി പറയാനുണ്ട്. നമ്മളെ മാലിക് ദിനാറും കൂട്ടരും നമ്മള് കേരളത്തിൽ വന്നപ്പോ, കാരണം അവരെ കണ്ടിട്ടാണ് നമ്മളടക്കമുള്ള ആളുകളിലേക്ക് നമ്മളെ പഴയ തലമുറ ഈ ഇതിലേക്ക് വന്നത്. അവരുടെ ജീവിതം കണ്ടിട്ടാണ്, അവരുടെ കച്ചവടവും അവരുടെ ജീവിതവും. അപ്പൊ അതുപോലെ നമുക്കും നമ്മളെ ലൈഫിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റം ഉണ്ടാവും. കാരണം നമ്മളൊക്കെ വല്ലപ്പോഴും നമ്മൾ പറയും, നമ്മുടെ കുത്തുബ കേൾക്കുമ്പോൾ എന്നോടെന്ന പോലെ പറയുമ്പോ എന്നിലേക്ക് അത് വരുന്നില്ല. നമ്മൾ ബാക്കിയുള്ളവരോട് പറയാനാണ്, സ്വന്തം ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കാണ്ട് സമുദായത്തിനോട് പറയുമോ. അതാണ് നമ്മുടെ സമുദായങ്ങൾക്കൊക്കെ ഇപ്പൊ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമ്മൾ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല രീതിയിൽ മാറിപ്പോകാനുള്ള കാരണം നമ്മളിലേക്കൊന്നും എത്തുന്നില്ല. നമ്മൾ സമൂഹത്തോട് പറയും, നമ്മളിൽ അത് മാതൃകയല്ല. പഴയ തലമുറ അതല്ലായിരുന്നു, മാതൃക കാണിച്ച് ജീവിച്ച ആളുകളായിരുന്നു. കാരണം അവർ പറയുന്നതും ജീവിതത്തിൽ അത് കാണിച്ചിരുന്നു. നമ്മൾ പറയല് മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ അത് കാണിക്കുന്നില്ല. അതൊരു വലിയൊരു വിഷയമായിട്ട് പുതിയ തലമുറയിൽ കാണുന്നുണ്ട്. അത് ഏത് സംഘടനയിലായാലും ഏത് മതരംഗത്തായാലും ഒക്കെയുള്ള സംഗതി ഇപ്പൊ അതാണ്. അതിലൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ വലിയൊരു വിഷയം. അതുപോലെ തന്നെ പറഞ്ഞ മാതിരി നമുക്ക് ഓരോ സംഗതികളിലും ഓരോ ക്ലാസ്സിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും പുതിയ. ഞാൻ കഴിഞ്ഞ ആഴ്ച അതേമാതിരി പിന്നെ സുലൈമാൻ മേൽപ്പത്തൂറിന്റെ ഒരു പ്രോഗ്രാമിന് പോയി. അത് പെരിന്തൽമണ്ണയാ പോയത്. പെരിന്തൽമണ്ണ പോയി. അപ്പം സുലൈമാൻ സാർ ചോദിച്ചു, ഈ ക്ലാസ്സിൽ വന്ന ഓരോ ആളുകളും എന്തിനു വന്ന് എന്നുള്ളത് പറയണം. അതപ്പൊ ഞാൻ പറഞ്ഞു,
ഞാൻ എന്തെങ്കിലും ഒരു മരുന്ന് സാറിന്റെ അടുത്ത് കിട്ടും വിചാരിച്ച് വന്നതാണ്. അപ്പൊ സാറ് പറഞ്ഞേ മരുന്ന് എടുക്കാൻ നിൽക്കണ്ട, കാരണം ഓരോരുത്തർ സ്വന്തം സ്റ്റൈലിൽ ചെയ്താൽ മതി. അപ്പൊ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കോപ്പി അടിക്കാനല്ല, കാരണം സാറിന്റെ ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് എനിക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ അവസാനം എല്ലാവർക്കും പുതിയൊരു സാധനം കിട്ടി, കാരണം നമ്മൾ എവിടെയും കേൾക്കാത്തൊരു സംഗതി. അദ്ദേഹം ചോദിച്ചു പറഞ്ഞാൽ നമ്മളെല്ലാവരും പലരും ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ ഇതുവരെ ജീവിതത്തിൽ ബിസിനസ് ചെയ്തിട്ട് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് ഒരു കൊല്ലത്തിൽ നമുക്ക് ലാഭം കിട്ടിയിട്ട് നമ്മളെ വാപ്പക്കും ഉമ്മക്കും ഭാര്യക്കും അതിന്റെ ഒരു ഓഹരി കൊണ്ടു കൊടുത്തിട്ട് എന്റെ ഒരു പ്രോഫിറ്റിന്റെ ഷെയർ ഇത് നിങ്ങൾക്ക് മൂന്നാക്കും ഞാൻ വീതിച്ചു തരുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഒരാൾ പോലും അതിലില്ലായിരുന്നു. അത് പുതിയൊരു അറിവായിരുന്നു. അവിടുന്ന് ഇറങ്ങിയ എല്ലാവരും 72ഓളം ആളുകൾ ഉണ്ടായിരുന്നു. 72 ആളുകളും അവിടുന്ന് ഇറങ്ങിയത് ആ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ്. അടുത്ത വർഷം ഞങ്ങൾ എല്ലാവരെയും ബിസിനസിന്റെ ഒരു ഷെയർ നമ്മുടെ വീട്ടില് ഭാര്യക്കും ഉമ്മക്കും ഉപ്പക്കും കൊടുക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടി ഇറങ്ങിയത്. അതൊരു ക്ലാസ് കൊണ്ട് ഒരു 72 ആളിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 72 കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിൽ അത് വെളിച്ചം നൽകാൻ കഴിയും. അതൊക്കെ നമുക്കെന്താ അറിയാം, ഒരറിവും ചെറുതല്ല. ഇവിടുന്നും നമുക്ക് ഓരോ ക്ലാസ്സിൽ നിന്നും പുതിയ പുതിയ ഓരോ സാധനങ്ങൾ കിട്ടും. അപ്പൊ കഴിയുന്നതും നമ്മൾ കൂടുതൽ എന്താ പറയാ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ അതൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഞാൻ ഒരു 1-2 മാസത്തെ ജേണിയിൽ ശരിക്കും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. അത് ഏതായാലും സത്യം പറഞ്ഞാല് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങള് യൂണിക്നെസ് ഫെസ്റ്റിന് വന്ന് നമ്മള് നാട്ടുകാരാണെന്ന് അറിയില്ലല്ലോ, പക്ഷെ ഇങ്ങനെ ബന്ധം ബിൽഡ് ചെയ്യാൻ പറ്റിയതും നമ്മളിപ്പം പല ക്ലാസ്സുകളിലും പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ പറ്റിയതിൽ ഒരുപാട് നന്ദി. അൽഹംദുലില്ലാ, താങ്ക് യു. ഏതായാലും താങ്ക് യു അസ്ലുക. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പിന്നെ ഇപ്പൊ പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, എന്താ ഒരു 500-1000 ഉറുപ്പ്യ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ മാസവും നമ്മളുടെ ഉമ്മന്റെ കയ്യിൽ ഏൽപ്പിക്കും. വരുമാനമൊന്നും ഇല്ലാത്ത ഉമ്മാരാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും ഒരു 1000 നമ്മളെ വരുമാനത്തിനനുസരിച്ച് ഒരു 2000, 3000, 5000 എത്രയാണോ പറ്റുന്നത് ഒരു എമൗണ്ട് നമ്മൾ ഉമ്മക്കോ ഉപ്പക്കോ ഒക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാണല്ലോ, ആ ഭയങ്കര ബറക്കത്തായിക്കിട്ട് അടുത്ത മാസം വരുമാനം കൂടും. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ഞാനൊരു എമൗണ്ട് എല്ലാ മാസവും കൊടുക്കാം. അപ്പൊ അടുത്ത മാസത്തേക്ക് കൂടും. പിന്നെ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കൂടി കൊടുക്കാൻ തുടങ്ങും. അത് ഭയങ്കര വർക്കത്തായിരിക്കും. ഈ വെറുതെ പറയുന്നതല്ല, ഈ ഉമ്മന്റെ കാലിലടിയിൽ ആ സ്വർഗം എന്നൊക്കെ വെറുതെ പറയുന്നതല്ല. ഇത് ശരിക്കും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോരുത്തർക്ക്. ഇൻഷാ അല്ലാഹ്. ഏതായാലും താങ്ക് യു ഹസലുക ഫോർ റിമൈൻഡിങ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നാസ്മ ഈ പറഞ്ഞോ. യൂണിക്നെസിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഫസലുക്കാനെ വീട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയുണ്ട്. കാരണം മൂപ്പർ ഇപ്പൊ എല്ലാ സൺഡേയും എല്ലാ വീക്കെൻഡ്സിലും ഇങ്ങനെയുള്ള ക്ലാസ് തേടി നടപ്പാണ്. ഇന്ന് ഇയാള് മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പൻ ഇപ്പൊ വീട്ടിൽ കാണാനില്ലാന്ന്. പാവാണ്, അതും കൂടെ ഞാനിവിടെ പറയാണ്. നല്ല ആളാ ഇവിടെ വന്ന് പറയുന്നത് എന്നിട്ടില്ലേ? തമാശ പറഞ്ഞോ. അല്ലല്ല, അത് പഠിക്കണം. നമുക്ക് പറ്റുന്ന സമയത്ത്. ഞാനൊക്കെ സത്യം പറഞ്ഞാല് ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാനിപ്പോ ഈ മാസം ലാസ്റ്റിൽ ഏതോ ഒരു ക്ലാസ്സിന് ഒന്ന് രജിസ്റ്റർ ചെയ്തു. ആരൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ പോകാറുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ, നമ്മളെ ക്ലാസ്സും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പഠിക്കണം. പിന്നെ പറ്റുന്നവരൊക്കെ ഇപ്പൊ നിസ്കാരത്തിനെ പറ്റിയൊക്കെ ഡെപ്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അസ്വല എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. സ്പിരിച്വൽ പ്രെയർ എന്ന് പറഞ്ഞിട്ട് മുത്തിയുൽ ഹക്ക് ഫൈസി എന്ന് പറഞ്ഞിട്ടുള്ള ഉസ്താദ് നടത്തുന്ന പ്രോഗ്രാം. എന്റെ പടച്ചോനെ, അത് വല്ലാത്തൊരു അനുഭവമാണ്. അത് നമ്മള് എന്താ പറയാ, നമ്മള് ദുനിയാവിൽ പഠിക്കുന്ന എല്ലാ തരത്തിലുള്ള മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങളും ഫോർഗീവ്നെസ്സും അതും ഇതും എല്ലാം കൂടെ നമ്മൾ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയില്ല. എല്ലാ മാനിഫെസ്റ്റേഷനും പ്രയറും മൊത്തം അത് നിസ്കാരത്തിന്റെ ഒരു ഡെപ്തിലുള്ള സാധനമാണ്. പറ്റുന്ന പോലൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്യണം. അത്യാവശ്യം ഫീസ് ഉണ്ട്, 6500 ഉറുപ്പ്യ ഫീസ് ഉണ്ട്. പക്ഷെ അതിൽ പോകുന്ന ഒരാൾക്ക് ഉംറക്ക് പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ല പ്രീമിയം ഹോട്ടലിൽ നിന്നാണ് പരിപാടികൾ നടക്കാറ്. അത്രയും വാല്യുബിൾ ആണ്. എന്റെ പഠിച്ചോന് അതിൽ ചില കാര്യം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ അറ്റൻഡ് ചെയ്തതിൽ ഞാനിപ്പോ ഏകദേശം ഒരു 25-30 ട്രെയിനിങ്ങുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിൽ തന്നെ കേട്ടോ, പല ആൾക്കാരായിട്ട്. അതിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് മാർക്ക് ഞാൻ കൊടുക്കുക ആ പ്രോഗ്രാമിനാണ്, അസ്വല പ്രോഗ്രാം. പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഏതെങ്കിലും സമയത്ത് ഇൻഷാ അല്ലാഹ്.
എന്റെ ഉസ്താദ് പറഞ്ഞിരുന്ന പോലെ. ഓക്കെ, ഏതായാലും സന്തോഷം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? പിന്നെ നിങ്ങൾ ആ പ്രോഗ്രാമിന് ആരെങ്കിലും പോകുമ്പോൾ ഒരു ആദർശവുമായിട്ട് പോകരുത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോ പല കാറ്റഗറി ഉണ്ടല്ലോ. ഈ AP, EK, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് തുടങ്ങിയിട്ട് കുറേ ത്വരീക്കത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇതും സംഭവം മനസ്സിൽ വെക്കരുത്. ജസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നിസ്കാരത്തിനെ പറ്റി ഡെപ്തിൽ പഠിക്കാൻ വിചാരിച്ച് മാത്രം പോയാൽ മതി. ഓക്കെ, ഞാൻ എല്ലാവരും പ്രോഗ്രാമിനും എല്ലാവരെയും ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞു പ്രോഗ്രാമിന്റെ നെയിം അസ്വല എന്ന പ്രോഗ്രാം മാം. സ്പിരിച്വൽ പ്രെയർ എന്ന് അടിച്ചു നോക്കിയത്. അല്ല, എനിക്ക് അതിൽ കമ്മീഷൻ കിട്ടിയിട്ടൊന്നല്ല കേട്ടോ, വിചാരിക്കണ്ട. ഇയാൾ എവിയിലെ പോയാലും പ്രോഗ്രാം ആണല്ലോ. അസ്സല, അതിന്റെ ആ പേജിന്റെ പേര് അടിച്ചുതരാം. ആരെങ്കിലും പോയിട്ട് ഓരോ നിസ്കാരം ഒന്നും ഓക്കെ. ഇതാട്ടോ, ഇതാണ് അതിന്റെ പേര്. ഇനി ആ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാത്തവരോ അങ്ങനെ എന്തെങ്കിലും എന്താണ് വിവാദങ്ങളോ സംഭവങ്ങളോ നടക്കണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച് കാറ്റഗറീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എല്ലാവരോടും എല്ലാവരെയും ഒരേപോലെ കാണുന്നതാണ്. ഇതാണ് ഇതിന്റെ പേജ്. എല്ലാത്തിലും നന്മയുണ്ട്, എല്ലാത്തിലും തിന്മയുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏതാണ് ടോട്ടലി കറക്റ്റ് എന്ന് നമുക്ക് അറിയില്ല. അത് അവിടെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല നമുക്ക് ഫീൽ ചെയ്യാൻ എടുക്കാം. പിന്നെ ഏതായാലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഷമീല മാം ഒക്കെ ഉണ്ടല്ലോ. ഷമീല മാം ഇപ്പൊ ജോയിൻ ചെയ്താ? ഷമീല മാം ഫ്രം ഷാർജ, നമ്മളുടെ സ്റ്റുഡന്റ് ആണ്. മാം ഇപ്പൊ ജോയിൻ ചെയ്താണോ? ആദ്യത്തിൽ കുറച്ചു നേരം ജോയിൻ ചെയ്തു, പിന്നെ എനിക്ക് ലീവ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ പിന്നെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്താ ജോയിൻ ആക്കിയത്. അല്ല, എന്റെ കഥ കേട്ട് ബോറടിച്ചാണോ? അല്ലല്ല, ഒരിക്കലല്ല. ഇന്ന് സാറ്റർഡേ ആയോണ്ട് ലീവുള്ള ദിവസല്ലേ, എല്ലാരും ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. മാം കച്ചവടമൊക്കെ എങ്ങനെ പോണേ? സൂപ്പർ മാർക്കറ്റ് ഒക്കെ എങ്ങനെ പോണേ? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോണു. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാൻ? ആർക്കെങ്കിലും സംസാരിക്കാൻ ഇപ്പം പബ്ലിക് സ്പീക്കിങ്ങിന് ആഗ്രഹമുള്ള ആൾക്കാരോ അങ്ങനെ ഉള്ള ആൾക്കാരുടെ ധൈര്യമായിട്ട് സംസാരിച്ച് തുടങ്ങിക്കോളെ. ഇവിടെ ഒരു സാംസങ് മാമിനെ കാണുന്നുണ്ടല്ലോ. മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഇതിൽ പേര് കാണില്ല, അതുകൊണ്ടാ. സാംസങ് SM-A14 6P. എന്റെ പേരാണ് വഫ. ഇങ്ങനെയല്ല ഉദ്ദേശിച്ചേ? അതെ, ഞാനൊരു ടീച്ചറാണ്, ഓൺലൈൻ ടീച്ചറാണ്. ഇപ്പൊ അതിൽ നിന്ന് സാർ പറഞ്ഞ മാതിരി എനിക്ക് പറയാൻ എന്താ കിട്ടാത്തതെന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത്. വേറെ ഒന്നല്ല, എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതാണ്. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് താല്പര്യം ഉണ്ടായിട്ട്. ഞാനൊരു ടീച്ചറായെങ്കിൽ പക്ഷെ സാമ്പത്തികമായിട്ട് ചെറിയ ഇഷ്യൂലാണ്. 2 മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും എമൗണ്ട് എനിക്ക് അയക്കാൻ കഴിയൂല, എന്നാലും ഞാൻ നോക്കട്ടെ, അടുത്ത മാസം ഞാൻ ചേരാന്ന് പറഞ്ഞതാ. അപ്പൊ ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഫ്രീ ക്ലാസ് ആണ് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതാണ്. പക്ഷെ ഒരുപാട് അറിവുകൾ കിട്ടി. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിന് തന്നെ അവർക്ക് കൂടുതലായിട്ട് 8ാം ക്ലാസ് ആണ്, ടീനേജ് പ്രായമാണ്. അവർക്ക് കൂടുതലായിട്ടൊന്നും നമുക്ക് മോട്ടിവേഷൻ എടുക്കാൻ പറ്റില്ല. മോട്ടിവേഷൻ അല്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അവരോട് സംസാരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞങ്ങാണ്ട്. അത് ഓരോ അനുഭവത്തിൽ നിന്നാണ് അവരോട് സംസാരിക്കുക. അപ്പോ ഇവിടെ നിന്നപ്പോ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും അതേമാതിരി ഒരുപാട് കഥകളും നമ്മുടെ ഇസ്ലാമിക് തന്നെ നിസ്കാരത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റി. അതെനിക്ക് വളരെ എന്താ പറയാ, വെറുതെ ഇരുന്ന സമയത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്തത് ഒരു ഭാഗ്യമായി എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുവെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് ക്യാഷ് കൊണ്ട് സ്വന്തമായിട്ട് ഒരു ഏർണിംഗ് ഉണ്ടാക്കി ബാക്കിയുള്ളവരെ സഹായിക്കണം എന്നാണ്. ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സെന്ററിൽ പോലും സാലറി തന്നിട്ടില്ലെങ്കിലും ആ കുട്ടികളെ ഞാൻ കണ്ടിന്യൂസ്ലി ക്ലാസ് എടുത്ത് പോകണ്ട, അവരെ അറിയിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സ് പറയാ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യാ. ഒരിക്കലും മേലായിട്ട് ചിന്തിക്കരുത്. ഇതും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോ നടക്കാൻ കഴിയാത്തവർ, ഇപ്പൊ ഒരാളെ കണ്ടു,
അങ്ങനെ ചിന്തിക്കുകയാണ് നല്ലതെന്ന് ഞാൻ ക്ലാസ്സിലൂടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറ്. അത് ഒരിക്കലും മേലോട്ട് ചിന്തിക്കരുത്. എന്നോട് എന്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, ഇപ്പൊ സാലറി കിട്ടണില്ലല്ലോ, നമുക്ക് വെറുതെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ അവിടെ ചിന്തിക്കുന്നില്ല. ഇതുമില്ലാത്തവരുണ്ട്, എന്റെ പാഷൻ ഇതാണ്. അപ്പൊ ഞാൻ അവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ അല്ല, എന്നെ കൊണ്ട് എന്താ അവരെ പഠിപ്പിക്കാൻ കഴിയോ അത് അവർക്ക് കിട്ടട്ടെ എന്നുള്ള ചിന്തയിലാണ്. അവരിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ കുറച്ച് കുട്ടികളാണെങ്കിൽ പോലും അവരെ ഫാമിലി ഫുൾ എനിക്ക് കംപ്ലീറ്റ്ലി അവരെ അറിയാം. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും മൊത്തത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഒരു കണക്റ്റഡ് ആവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് കയറിയപ്പോഴും ഇത് തന്നെയാണ്. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അതാ പറയാ, അത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് ഈ ക്ലാസ്സിലൂടെ കയറിയിട്ട് മനസ്സിലായത്. അവരുടെ അനുഭവമാണ് അത്, നമുക്കൊരു അനുഭവം അതൊരു നടത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു മാം. മാം ഓൾറെഡി ഒരു ട്രെയിനർ ആണ്. എന്ത് ഫ്ലോയിലാണ് മാം സംസാരിച്ചത്. മാമിന് ട്രെയിനർ അല്ല, ആവശ്യമൊന്നുമില്ല. ടീച്ചിങ് പാഷൻ ഉള്ള ആളാണ്. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുട്ടികളെ ക്ലാസ്സിൽ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വരും. CBSE കുട്ടികളെ പൊതുവായി എങ്ങനെയാണ്, CBSE വെറും പഠിത്തം കാര്യമുള്ള കുട്ടികളാണ്. അവർ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഇതേമാതിരി സംസാരിച്ചപ്പോ പിന്നെ അവർക്ക് സംസാരിക്കാൻ പിന്നെ ക്ലാസ് എടുക്കാൻ അവസരം എനിക്ക് അവർ തരാറില്ല. അപ്പോ ഇങ്ങനെയൊക്കെ പോണു, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം. അല്ല സത്യം പറയാലോ, നമ്മൾ ഇങ്ങനെയാണ് ഓരോരുത്തരെയും പരിചയപ്പെടാറ്. ഞാൻ പറയല്ലേ, ഇപ്പൊ ഷംന മാം ഒക്കെ 20 ആഴ്ചകളായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഒരു ശരിക്ക് എന്തോ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇവിടെ. അൽഹംദുലില്ലാ, അത് പഠിച്ചോന്റെ ഒരു അനുഗ്രഹം കൂടെ ആണ്. അൽഹംദുലില്ലാ, അതാണ് സന്തോഷം മാം. വഫ മാം അല്ലേ? എവിടെയായിരുന്നു സ്ഥലം മാം? എന്റെ പേര് മലപ്പുറാണ്. ഹസ്ബൻഡ് ഞാൻ നിക്കണ ഇപ്പൊ സൗദിയിലാണ്, ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വന്നിട്ട്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇനിയും അടുത്ത ആഴ്ചകളിലും ജോയിൻ ചെയ്യുക. നിങ്ങൾ വേറെ പ്രോഗ്രാമിനൊന്നും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ സംസാരിക്കണം. ഉറങ്ങാനായതിന്റെ വലാറാണ്. ഏതായാലും അടുത്ത വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും? അഫ്സത്ത് മാം, ജസീല മാം, ജസ്ന മാം, ഷാക്കിർ സർ, അഫ്സത്ത്, റസീന മാം, ഷില, ഫാത്തിമ, സൂറ, എനിത്തിങ്? അല്ല, എന്റെ അലാറം അടിഞ്ഞു വിചാരിച്ചു നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കാൻ വേണ്ട കേട്ടോ, കുഴപ്പമില്ല. അങ്ങോട്ട് ചെറിയ നാളെ ഞായറാഴ്ചല്ലേ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അമീനൊക്കെ പറയുന്നുണ്ട്, വിജയിപ്പിക്കട്ടെ. ഇത് ഓഫ് ആക്കട്ടെ. താങ്ക് യു സോ മച്ച് എല്ലാവരോടും.